ഇന്ന് രാത്രി അല്പസമയങ്ങൾ നമുക്ക് ദൈവവചനം ധ്യാനിക്കാം. ധാരാളം സുവിശേഷം കേട്ട സ്ഥലമാണ് ഈ സ്ഥലം. ഷെട്ടിച്ചാണ്ടോടാണ്ട് കൺവെൻഷനുകൾ, മറ്റ് ഇടക്കൂട്ടങ്ങൾ, അതുപോലെ തന്നെ ദൈവവചന പരിജ്ഞാനമുള്ളവർ, വേദപുസ്തകം അറിയാവുന്നവരൊക്കെ ഇവിടെ ഉള്ളവർ. ഇവരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഈ രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാന വാക്യമായിട്ട് വായിച്ചത് മീഖ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യമാണ്. എല്ലാവർക്കും അറിവുള്ള വാക്യമാണ്. ഒന്നുകൂടെ വാത്സല്യ മകളെ ആ വാക്യം ഒന്ന് വായിച്ചാട്ട്. നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അപ്പൊ ഈ വാക്യം ഞാൻ ഓർപ്പിച്ചല്ലോ, ഏവർക്കും പരിചിതമാ. ഈ വാക്യത്തിന്റെ അർത്ഥം ഇതേ ഉള്ളൂ: യേശു ക്രിസ്തു ബേത്ലഹേമിൽ ജനിച്ചു. ബേത്ലഹേം എഫ്രാത്ത്. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ അല്പസമയം ചിന്തിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ബേത്ലഹേമിലെ എഫ്രാത്തിൽ ജനിക്കാൻ കാരണം. അതാ ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം. കർത്താവ് അവിടെ തന്നെ ജനിക്കാൻ കാര്യം എന്നാ? വളരെ വചനപരിജ്ഞാനമുള്ളവർ ഇതിനകത്തുണ്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സത്യവേദ പുസ്തകത്തിലെ 66 പുസ്തകത്തിൽ, വിശേഷിച്ച് പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളിൽ, പ്രവചന പുസ്തകങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവചന പുസ്തകമാണ് മീഖ പ്രവചനം. മീഖ വാക്കിന് അർത്ഥമൊക്കെ ഉണ്ട്. ഓരോ വാക്കിനും അർത്ഥമുണ്ടല്ലോ. മീഖ അല്ലെങ്കിൽ മൈക്കിള്, അതിന് ഒരർത്ഥം ആ 7-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ തിരുവെടുത്ത് ഒന്ന് വായിച്ചാട്ട്. അവിടെ ഒരു ആശയം കൊടുത്തിട്ടുണ്ട്. 7:18. അകൃത്യം ക്ഷമിക്കുകയും തന്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അതാ വാക്കിന്റെ ഒരർത്ഥം. നിന്നോട് സമനായ ദൈവം ആരുള്ളൂ എന്ന് പറഞ്ഞാൽ സർവജ്ഞനായ ദൈവം, നിത്യനായ ദൈവം, ഏക ദൈവം, സത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം, ഇന്നും ജീവിക്കുന്ന ദൈവം. ഈ ദൈവത്തോട് സമനായിട്ട് ആരുണ്ട്? വേറെ ആരെയും ഒന്ന് തുലനപ്പെടുത്താവോ? ഒത്തിരി പേര് ദൈവം കളിക്കുന്നുണ്ടല്ലോ. പെണ്ണുങ്ങളും എല്ലാം ആണുങ്ങളും ഒക്കെ അങ്ങ് ദൈവം കളിക്കുക. ദൈവത്തെ ഒന്ന് തുലനപ്പെടുത്താം. കാശൊക്കെ ഇഷ്ടം പോലെ കിട്ടും. പക്ഷേ ദൈവത്തോട് സമനായിട്ട് ആരുള്ളൂ? ഒത്തിരി വിശേഷതയാ ദൈവത്തിന്. 1-2 കാര്യം പറയാം, അപ്പൊ നിങ്ങൾക്ക് ആശയം പിടികിട്ടും. ദൈവത്തോട് സമനായിട്ട് ആരുണ്ട്? ഒന്ന്, ഇതുപോലെ ക്ഷമിക്കുന്ന വ്യക്തി വേറെ ആരുണ്ട്? ദൈവമല്ലാതെ വേറെ ആളെ ഒന്ന് തുലനപ്പെടുത്താവോ? ഞാൻ ഒരു വീട്ടിലിരിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട വീടാ. അപ്പോൾ പറഞ്ഞു, ഒരു പാമ്പ് പെരയ്ക്കകത്ത് വന്നു കയറി. എങ്ങനെയോ കയറിയതാ. ഉടനെ വീട്ടുകാർ പറയാ, കൊടുക്കാത്തതിൻ്റെയാന്ന്. അങ്ങനെയാണെ നമ്മൾ അപ്പോൾ ചോദിച്ചാൽ എന്തുവാ? നേർന്നതാ, അത് കൊടുക്കാത്തതിൻ്റെ ആന്ന് പാമ്പ്. അങ്ങനെയാണെ നമ്മുടെ വീട് മുഴുവൻ പാമ്പ് കയറേണ്ടതാണ്. എന്തെല്ലാം നേർന്ന വെച്ചാൽ ഈ പമ്മിയിരിക്കുന്നത് അല്ലേ? കഴിഞ്ഞ 31-നും നിന്ന് കറങ്ങുന്ന കണ്ട്. എൻ്റെ വീടും പരിസരം മുഴുവൻ പാമ്പിൻ്റെ അയ്യര് കളിയായിരുന്നു. അപ്പൊ എന്തെല്ലാം നമ്മൾ ദൈവത്തോട് നേർന്നു. വല്ലതും കൊടുത്തോ? കൊടുക്കേണ്ടത് പോലെ കൊടുത്തോ? ഇല്ല. പക്ഷെ ഇന്നും ആയുസോടിരിക്കുക. അതെന്നാ? അവിടുന്ന് എല്ലാം ക്ഷമിക്കുക. ഇതുപോലെ ആരുണ്ട്? ദൈവത്തോട് സമനായിട്ട് ആരുണ്ട്? ഒരാൾ നോക്കുന്ന പാമ്പ് വല്ലതും വന്നോന്നായിരിക്കും.
ഞാൻ കണ്ടു. ദൈവത്തിന് മഹത്വം. നാം പാടുക പുതുഗീതം, മകാത്ഭുതം അവൻ ചെയ്തു. നാം പാടുക പുതുഗീതം, മകാത്ഭുതം അവൻ ചെയ്തു. തൻ വലങ്കരവും വിശുദ്ധ ഭുജവും വിജയം നേടി. തൻ വലങ്കരവും വിശുദ്ധ ഭുജവും വിജയം നേടി. നമ്മുടെ ദൈവത്തെ പോൽ വലിയ ദൈവം ആരുള്ളൂ? ഓ, നമ്മുടെ ദൈവത്തെ പോൽ വലിയ ദൈവം ആരുള്ളൂ? കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. അപ്പൊ ദൈവത്തോട് സമനായിട്ട് ആരുണ്ട്? ഒന്ന്, ഇതുപോലെ ക്ഷമിക്കുന്ന വേറെ ആരുണ്ട്? എന്തെല്ലാം കൊന്തറാക്കൊള്ളി ഒപ്പിച്ചായി പമ്മി ഇരിക്കുന്നേ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട, നമ്മളെ അങ്ങ് നോക്കിയാൽ മതി. എന്തെല്ലാം ഒപ്പിച്ചായിരിക്കുന്നേ. യോഗം തുടങ്ങുന്നതിന് മുന്നേ ഏതാണ്ട് ഒപ്പിച്ചു, എന്നിട്ടും പമ്മി ഇരിക്കുക. അതെല്ലാം അവിടുന്ന് ക്ഷമിക്കുക. ഇതുപോലെ വേറെ ആരുണ്ട്? രണ്ട്, പാപം ക്ഷമിക്കുന്ന കാര്യത്തിൽ സമനായിട്ട് വേറെ ആരുണ്ട്? അല്ലേ? നമ്മുടെ അകൃത്യങ്ങൾ രക്താംബരം പോലെയാ, കടും ചുമപ്പാ. പക്ഷെ അത് മുഴുവൻ അവിടുന്ന് ക്ഷമിച്ചു എന്ന് പറഞ്ഞ പാപം മോചിച്ചു. ഓരോരുത്തര് പാപം മോചിക്കുവാൻ, പാപം പരിഹരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുക. നമ്മളൊന്നും ചെയ്തില്ല. അനുതാപ ഹൃദയത്തോട് നേറ്റു പറഞ്ഞു. ഭൗതിക വസ്തുക്കളൊന്നും, ഒരു മെഴുകുതിരി പോലും കൊണ്ട് കത്തിച്ചില്ല. ആട്ടിയ വെളിച്ചെണ്ണ പോലും ഇച്ചിരി കൊടുത്തില്ല. ഒന്നും കൊടുത്തില്ല. അനുതാപ ഹൃദയത്തോട് അവരിന്ന് പറഞ്ഞു, കർത്താവേ, ഞാൻ പാപിയ, ഒത്തിരി തെറ്റ് ചെയ്തു, ലംഘനം ഒത്തിരി ഉണ്ട്, എന്നോട് ക്ഷമിക്കണം, എന്റെ പാപത്തെ മോചിക്കണം. അനുതാപ ഹൃദയത്തോടെ പറഞ്ഞില്ലേ? ക്ഷമിക്കുകയും ചെയ്തല്ലോ. ഇതുപോലെ വേറെ ആരുണ്ട്? ക്ഷമിക്കുക മാത്രമാണോ? ഈ മീകാ പ്രവചനത്തിൽ തന്നെ എഴുതിയിരിക്കുക, അത് മുഴുവൻ സമുദ്രത്തിന്റെ ആഴത്തിലിട്ടു. ഇനി ഓർക്കത്തില്ല. മോളെ 19-ാം വാക്യം വായിച്ച്, 7:19. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും, പിന്നെ നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും. അവരുടെ പാവങ്ങളൊക്കെയും നീ സമുദ്രത്തിന്റെ ആഴത്തിലിട്ട് കളയും. അവരുടെ പാവങ്ങളൊക്കെ നീ സമുദ്രത്തിന്റെ ആഴത്തിലിട്ട് കളയും. ഇതുപോലെ സമൻ ആരുണ്ട്? അല്ലാതെ ഇഷ്ടക്കേട്ട് വന്ന ഉടനെ പഴയ പാപം ഒന്നുകൂടെ പൊക്കി കാണിക്കുകയാണോ? ഇപ്പോഴത്തെ ആത്മീക ലോകത്തെല്ലാം അങ്ങനെ. അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കോർത്തുടനെ പറയും, നിന്റെ പഴയ ചരിത്രം ഞാൻ ഇല്ലേ? ഓ, നിങ്ങൾക്ക് ആർക്കും ഒന്നും അറിയാൻ മേല. എല്ലാം പച്ചപ്പരമാർത്ഥികളെല്ലാം കൂടെ അകംകൂടിയോ തന്നെ വന്ന് കൂടിയത്. അമ്മായിയമ്മയെ മരുമകളോട് വഴക്കുണ്ടാക്കുമ്പോൾ പറയുകയല്ലേ, നീ കൂടുതൽ കിടന്ന് ചാടരുത്, നിന്റെ വിശേഷമല്ല ഞാൻ പറയുമെന്നല്ലേ പറഞ്ഞാൽ ചായ്പമ്മിയിരിക്കുന്നേ. ഇനി എന്നാ പറയാനാ? പക്ഷെ ദൈവം അങ്ങനെ പറയത്തില്ല. നീ ഏറ്റു പറഞ്ഞു ഉപേക്ഷിച്ചത് മുഴുവൻ സമുദ്രത്തിന്റെ ആഴത്തിലിട്ടിരിക്കുക. ഇനി അത് ദൈവം പൊക്കിക്കൊണ്ട് വന്ന് നിന്നെ പേടിപ്പിക്കുവോ, ഭീഷണിപ്പെടുത്തുകയോ, ബ്ലാക്ക് മെയിൽ ചെയ്യുവോ ഒന്നും ചെയ്യത്തില്ല. നമ്മളങ്ങനല്ലല്ലോ. നമ്മൾ ഏതെല്ലാം വെച്ചോണ്ട് ബ്ലാക്ക് മെയിലും മറ്റേ കാര്യം ഞാൻ പൊട്ടിക്കും. അതുകൊണ്ട് ഞാൻ പറയാൻ പോലൊക്കെ സ്തോത്രം. പണ്ട് ചെറുക്കനെ വേലക്കാരൻ പേടിപ്പിച്ചതുപോലെ വീട്ടിലെ 3-4 താറാവുണ്ടായിരുന്നു. അപ്പോൾ വേലക്കാരനുണ്ട്, അവൻ ആ ജോലിയെല്ലാം ചെയ്യുന്നു. ഒരിക്കല് ഈ കുടുംബനാഥന്റെ ചെറുക്കനെ മോനെ അബദ്ധത്തില് പിഴവ് പറ്റി ഒരു താറാവ് ചത്തുപോയി. അപ്പനും അമ്മയും വീട്ടിലില്ല. വേലക്കാരനും കണ്ടു, ഇവനത് കുഴിച്ചിട്ടു. വേലക്കാരൻ അത് വെച്ച് ഇവനെ മുതലെടുക്കുക. ചെറുക്കനോട് വെള്ളം കോരടാ. പിന്നെ അവൻ പോയി വെള്ളം കോരും. കോരുകാലെന്ന് പറഞ്ഞാൽ ഞാൻ താറാവിൻ്റെ കാര്യം
അപ്പനോട് പറഞ്ഞു. അതിന് കൊച്ചനെ ഇട്ട് ഒഴുകിയ ആ വിറക് കിറിക്കട. ഉടനെ ചെറുക്കൻ പറയും എനിക്കൊക്കെ താറാവ്. ഉടനെ അവൻ പോയി വിറകും കയറും. ആ തുണി കുത്തി പിടിഞ്ഞിടറാ, എനിക്ക് താറാവ്. അപ്പൊ കുറച്ച് നാൾ കഴിഞ്ഞ് ഈ ചെറുക്കൻ അങ്ങ് ക്ഷീണിക്കുകയും ടെൻഷനും. അപ്പൊ അപ്പന് സംശയം. ഒരു ദിവസം അപ്പൻ ചോദിച്ചു, എന്തോ പറ്റി മോനെ? അപ്പനും അമ്മയും ചോദിച്ചു. അതാരുമായി ഇവൻ പറഞ്ഞത്, വിലക്കാരനില്ലാഞ്ഞപ്പോഴവൻ, എൻ്റെ അച്ചായ ഞാൻ ഒരു താറാവിനെ ഞാൻ അബദ്ധത്തിൽ കൈപ്പഴ വന്നാകുന്നു. പിന്നെ അപ്പനും അമ്മയും പറഞ്ഞു, അതൊന്നും വിഷയമല്ല, നിനക്ക് 9 താറാവിനെ മേടിച്ചു തരാം. ഈ ടെൻഷനുണ്ട്, അതാണോ കാര്യം? അപ്പനും മോനും അമ്മയും കൂടെ അങ്ങ് നിരപ്പായി. അപ്പനും മോനും നിരപ്പായി. പിറ്റേ ദിവസവും വേലക്കാരൻ വന്നു പതിവ് പോലെ. ചെറുക്കടാ പറയുക, അപ്പം ഇതിന് സൗകര്യമില്ലെന്ന് പറഞ്ഞു. ഉടനെ പറയാം താറാവ്. താൻ പോയി പറയടോ എന്ന് പറഞ്ഞു. താറാവ്. എടാ ഞാൻ ഇന്നലെ രാത്രി അപ്പനുമായിട്ട് നിരപ്പായെന്ന്. ഈ പൊട്ടൻ ഇത് വല്ലതും അറിയുന്നുണ്ടോ? ഇന്നും സകല മതങ്ങളും താറാവിന്റെ പേര് പറഞ്ഞ് എല്ലാത്തിനെയും പിടുങ്ങുക. താറാവ് താറാവ്. നീ ദൈവമായിട്ട് നിരപ്പായിക്കോണം. ദൈവമായിട്ട് നിരപ്പാക്കണം. സകല പാപങ്ങളും ക്ഷമിക്കുന്നവനാ ദൈവം. അനുതാപത്തിൻ മിഴിനീരോടെ പിഴകളേറ്റു പറയുമെങ്കിൽ അനുതാപത്തിൻ മിഴിനീരോടെ പിഴകളേറ്റു പറയുമെങ്കിൽ യേശുനാമം ക്ഷമയരുളും നിശ്ചയമായി മന്മയമാമിയുലകിൽ കാൺമതെല്ലാം മായയത്രേ. മന്മയമാമിയുലകിൽ കാൺമതെല്ലാം മായയത്രേ. അപ്പൊ ശ്രദ്ധിക്കുക, ക്ഷമിക്കുന്ന കാര്യത്തിൽ ദൈവത്തോട് തുല്യനാരുള്ളൂ. പാപം മോചിക്കുന്ന കാര്യത്തിൽ ദൈവത്തോട് തുല്യൻ ആരുള്ളൂ? ഒരു കാര്യത്തോടെ പറഞ്ഞ ആ ഭാഗം വിടാം, ഒത്തിരി പറയാനുണ്ട്. സ്നേഹിക്കുന്ന കാര്യത്തിൽ ഇതുപോലെ വേറെ ആരുണ്ട്? വേറെ ആര് ഒന്ന് ഒപ്പത്തിനൊന്ന് നിർത്തിക്ക്. അതിനാ പറയാം. മറ്റുള്ളവരെല്ലാം ഓരോ വിഭാഗക്കാരെയാ സ്നേഹിക്കുന്നത്, ഇല്ലേ? അവര് മതി, അവരിപ്പം വേണ്ട. അവര് പുറത്തൂടെ ഒക്കെ നടന്നോളൂ. അവരെ അകത്തോട്ട് കയറ്റി വിടണം. മറ്റവരെ അടുപ്പിക്കരുത്. മറ്റവരാണ് അത് വേറെ. അതോ ഒന്നും ഞാനെല്ലാം പറയുന്നില്ല, നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ബുദ്ധിയുണ്ടല്ലോ. പക്ഷെ ദൈവം അങ്ങനല്ല. സകല മനുഷ്യനെ സ്നേഹിക്കുക. ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ നിരീശ്വരവാദിയെന്നോ അക്രൈസ്തവനെന്നോ ബുദ്ധനെന്നോ ജൈനനെന്നോ പേർസിയെന്നോ നിരീശ്വരവാദ ഒന്നും ദൈവത്തിന് വകതിരിവില്ല, ഭേദമില്ലെന്ന്. അവിടുത്തെ അടുക്കൽ വരുന്ന എല്ലാവരെയും അവൻ ഇഷ്ടപ്പെടുക. ദൈവം ഈ ലോകത്തെ തന്നെ സ്നേഹിച്ചല്ലോ. കേരളത്തിലുള്ളവരെ മാത്രം സ്നേഹിക്കുന്ന ദൈവമല്ല, ഇന്ത്യയിലുള്ളവരെ മാത്രം സ്നേഹിക്കുന്ന ദൈവമല്ല, അമേരിക്കക്കാരെ മാത്രം സ്നേഹിക്കുന്ന ദൈവമല്ല, ആഫ്രിക്കക്കാരുടെ മാത്രം ദൈവമല്ല, മുഴുവൻ ലോകത്തിന്റെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലല്ല, അകംകുടിയിലെ ദൈവമല്ല, ഈ ഏരിയയിലെ മാത്രം അല്ല, ഹരിപ്പാട്ട് ദൈവം മാത്രമല്ല, ആലപ്പുഴ ജില്ലയുടെ ദൈവമല്ല, കേരളത്തിന്റെ ദൈവമല്ല. അവൻ അവിടുന്ന് മുഴുവൻ ലോകത്തിന്റെ ദൈവമാണ്. സകല മനുഷ്യരെയും അവൻ ദൈവത്തിന് ഇഷ്ടമാണ്. അങ്ങനല്ലേ 3:16 യോഹന്നാൻ വായിച്ചേ മോളെ. അത് തന്നെ മൈക്ക് കൊണ്ടങ്ങ് വായിച്ചോ, കാരണം വേറെ പുസ്തകത്തിലുള്ള കാര്യമായി പറയാനെന്ന് കേൾക്കട്ടെ. അല്ലേ പറയാൾ വായി വരുന്നതെല്ലാം പറഞ്ഞു വെച്ച് പോയെന്ന്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചെന്ന ഒരു
ഒരു ഏരിയ സ്നേഹിച്ചെന്നല്ല, ഒരു സംസ്ഥാനത്തെ സ്നേഹിച്ചെന്നുമല്ല, ഒരു വിഭാഗക്കാരെ മാത്രം സ്നേഹിച്ചെന്നല്ല, അവിടുന്ന് ലോകത്തെ മുഴുവൻ സ്നേഹിച്ചു. ഇതുപോലെ ആരുണ്ട്? ഇതുപോലെ വേറെ ആരുണ്ട്? നമ്മളൊക്കെ സ്നേഹിക്കുന്നത് തരം നോക്കി, പണം നോക്കി, പ്രതാപം നോക്കി, പൊസിഷൻ നോക്കി, കുടുംബശ്രേഷ്ഠത നോക്കി, നിറം നോക്കിയൊക്കെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. നല്ല കളറും നല്ല കാശും ഒക്കെ കയ്യിൽ പിടിച്ച് നന്നായിട്ടൊന്ന് ക്ഷയിക്കാണ്ട് കൊടുക്കുക. ഞാൻ കണ്ടിട്ടുണ്ട് എത്ര എണ്ണത്തിന് ഇവിടെ ഇരിക്കുന്നതുമൊക്കെ ഉണ്ട്. ഇതൊക്കെ തന്നെ ഇപ്പം എല്ലാം ഇങ്ങനെ പമ്മി ഇരിക്കുന്നതല്ലേ ഉള്ളൂ. എല്ലാവരും അല്ലെങ്കിലും നല്ല കളറും കാശും ഒക്കെ ഉണ്ട്, കയ്യിൽ നിന്ന് വിടുകയില്ല. എന്തോ ഉണ്ട് കാശും കളറും ഒന്നുമില്ലെങ്കിൽ സ്തോത്രം ആട്ടെ. ഇതൊക്കെയാണ് നമ്മുടെയൊക്കെ പ്രകൃതി. ദൈവം അങ്ങനല്ല. സകല മനുഷ്യരെയും ദൈവം സ്നേഹിക്കുന്നു. അഴമരായ്വതിൻ ആരറിവോ ആയിരം ഉണ്ടെന്നാലും ഞാനിതു ചൊൽവതിനാ ഏതുമോരം മുറച്ചിടുവാൻ പരിധിലാർകളോ ഏതുമോരം പരിധിലാർകളോ സ്നേഹമിതാശ്ചര്യമേ ഓ അതിശയമേ ഓ അതിശയമേ ചൊണിതലേ പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ ചൊണിതലേ പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ എന്നകമേ വഴിഞ്ഞോടാ തന്നെ സ്തുതി ചെയ്യുവാൻ മണ്ണിലെ മേലെയും തീർത്തിടുവാൻ എന്നെ ഒരു കിണമേ മണ്ണിലെ മേലെയും തീർത്തിടുവാൻ എന്നെ ഒരു കിണമേ സ്നേഹമിതാശ്ചര്യമേ ഓ അതിശയമേ ഓ അതിശയമേ ചൊണിതലേ ഞാനെന്നും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ ചൊണിതലേ ഞാനെന്നും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. ഇതുപോലെ സ്നേഹിക്കുന്ന വിഷയത്തിൽ തുല്യനായിട്ട് ആരുണ്ട്? ക്ഷമിക്കുന്ന വിഷയത്തിൽ, സ്തോത്രം, പാപം മോചിക്കുന്ന വിഷയത്തിൽ, സ്നേഹിക്കുന്ന വിഷയത്തിൽ, എന്തെല്ലാം അങ്ങനെ എന്തെല്ലാം പറയാനുണ്ട്. ഇതുപോലെ ദയയുള്ള ദൈവം ഏതുണ്ട്? അല്ല എന്തേലും കൊടുത്തിട്ട് ഏറ്റച്ച് കൊടുക്കാതിരുന്ന കൊടുവാളുമായിട്ട് വെട്ടാൻ നിൽക്കുക. ദയ. അങ്ങനെ ആ പുസ്തകത്തിൽ വാക്യം നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവിടുത്തെ ദയ. നിന്റെ ദയ ജീവനേക്കാൾ നല്ലത്. ചുമ്മാ ഇരിക്കരുത്. എൻ്റെ ആദരങ്ങൾ നിന്നെ സ്തുതിക്കും. അങ്ങനെ വേണം ദൈവത്തെ മഹത്വപ്പെടുത്താൻ. നിന്റെ ദയ ജീവനേക്കാൾ നല്ലത്. അതുകൊണ്ട് ഞാൻ കയ്യും കെട്ടി വായും പൂട്ടിയിരിക്കുകയല്ല. എൻ്റെ ആദരങ്ങൾ നിന്നെ സ്തുതിക്കും. പ്രൈസ് ദ ലോർഡ്. അപ്പൊ മീക എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഒരർത്ഥമാ 18-ാം വാക്യം. ദൈവത്തോട് തുല്യൻ സമനായിട്ട് ആരുമില്ല, ഒരുത്തരുമില്ല. ഈ ആണും പെണ്ണും എല്ലാം ദൈവം കളിച്ച് കിടക്കുക, ഒന്നുമല്ല. ശാന്തമ്മ ദൈവം, ബാബു ദൈവം, ദൈവം തങ്ക, ഇതുപോലെ തുല്യമായിട്ട് ആരും. പേര് വെക്കുമ്പോഴും ബാബു ദൈവം ഒരു സുഖമില്ല. ദൈവം കളിക്കുമ്പോൾ പേരെങ്കിലും ഒന്ന് മാറ്റണ്ടേ? ദൈവം ബാബു, സുഖം, എനിക്കൊരു സുഖമായിട്ട് തോന്നില്ല. ദൈവത്തിന് മഹത്വം. ഏകദൈവം, സത്യദൈവം,
നിത്യദൈവം, സാക്ഷാൽ ദൈവം. ദൈവം ഒരുവനാ. ശ്രീനാരായണ ഗുരുവിന് ആ അറിവുണ്ടായിരുന്നു. അദ്ദേഹം നല്ല മനുഷ്യനാ, നല്ല മനുഷ്യനാ. അദ്ദേഹം ഒരിക്കൽ പ്രസ്താവിച്ചു, ഒരു ജാതി ഒരു മതം. എന്ത് നല്ല പ്രയോഗമാണ് അത്. ബൈബിളിലുണ്ടല്ലോ. അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പേ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുക. യാക്കോബിന്റെ ലേഖനത്തിൽ ദൈവം ഒരുവനല്ലോ, ഏകനാ. പിശാചുക്കൾ വിശ്വസിക്കുകയും, നമുക്ക് അങ്ങനെ വലിയ പറവലൊന്നുമില്ല. പിന്നെ പാട്ട് തീരുമ്പോൾ ഒരു കിടുകിടപ്പുണ്ടാകുമെന്നേ ഉള്ളൂ. ഏകദൈവം. അപ്പൊ ദൈവത്തോട് സമനായിട്ട് ആരുമില്ല. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ദൈവം കളിക്കരുത്. കുറേ തുണിയും ചുറ്റി പ്രത്യേക കസേര കയറിയിരുന്ന് ദൈവം കളിക്കുക. ദൈവത്തോട് തുല്യനായിട്ട് ആരുമില്ല. അവിടുന്ന് സർവജ്ഞാനിയാ. ഇന്ന് ദൈവം കളിക്കുന്ന പല പുള്ളിക്കാർക്ക് ജ്ഞാനമില്ല. പരിഭാഷയ്ക്ക് ആളെ നിർത്തുക. സായിപ്പ് തുരുത്തുരുത്തരാന്ന് ചോദിക്കുമ്പോൾ ദൈവം കണ്ണും തള്ളി നിൽക്കുക. അതാണോ ദൈവം? എന്നാ തല ചൊറിയുന്നത്? തല ചൊറിഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇന്നാള് കേട്ടു ദൈവം ഐസിയുലായിരുന്നു. അയ്യോ, എന്നാ ദൈവമാണോ? അതിനാ ദൈവത്തിന് ശ്വാസം മുട്ടല്. എന്തോ ഒരു അക്രമമാണെന്ന് ഓർത്തോണം. എടാ, മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി ദൈവം ആ ശ്വാസം ഊതിയത്. ആ ദൈവത്തിന് നീ ഇപ്പം വെന്റിലേറ്റർ ഇട്ടിരിക്കുക. ഇവനുള്ള ഒരു ദൈവമേ ഉള്ളൂ. അത് സകലരെയും സ്നേഹിക്കുന്ന ദൈവമാണ്. ലോകത്തെ കക്ഷിപക്ഷ വർഗ വർണ്ണ വ്യത്യാസം കൂടാതെ മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവം, ഈ ലോകത്തെ സ്നേഹിക്കുന്ന ദൈവം. ചത്തമർത്യാത്മാക്കൾ ദൈവം എന്നു നിരൂപിക്കേണ്ടരും. ചത്തമർത്യാത്മാക്കൾ ദൈവം എന്നു നിരൂപിക്കേണ്ടരും. 100 ദൈവങ്ങൾ സത്യദൈവം ഒന്നേയുള്ളൂ. 100 ദൈവങ്ങൾ സത്യദൈവം ഒന്നേയുള്ളൂ. ഏകസത്യ ദൈവമേയുള്ളൂ. ഉപാസികളെ ഏകസത്യ ദൈവമേയുള്ളൂ. ഉപാസികളെ ഏകസത്യ ദൈവമേയുള്ളൂ. മൈക്ക് നന്നാക്കിട്ടാ. എല്ലാവരും തന്നെ മൈക്കും വീഡിയോയും എല്ലാം. ദൈവത്തിന് മഹത്വം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പരുവത്തിനതാ. എന്തോ ചെയ്യണം? അപ്പൊ ശ്രദ്ധിക്കുക, ദൈവത്തോട് സമനായിട്ട് വേറെ ആരുമില്ല. ദൈവത്തിന് മഹത്വം. അതാണ് മീഖ എന്ന വാക്കിന് ഒരർത്ഥം. നമുക്കറിയാം, മീഖ പ്രവചനം വളരെ വിശേഷപ്പെട്ടൊരു പ്രവചന പുസ്തകമാണ്. കാരണം ലോകരക്ഷകനാകുന്ന യേശു ക്രിസ്തു എവിടെ ജനിക്കുമെന്ന് കൃത്യം സ്ഥലം പ്രവചിച്ച പ്രവാചകനാണ്. അതാണ് നമ്മുടെ കുറുവാക്യം. ഒത്തിരി ഒന്നും പ്രവചിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരെണ്ണം പ്രവചിച്ചാൽ മതി. അല്ല, ഇന്നും രാവിലെ ടി വിയുടെ മുന്നിൽ ചങ്ങ് പ്രവചനമാണ്. ചില വിടുതലുകൾ കാണുന്നു, ചില മുഴകൾ കാണുന്നു, ചില മാനസിക രോഗികളെ. എല്ലാം മാനസിക രോഗമാണ്. ചുമ്മാ രാവിലെ വന്ന് ടി വിയുടെ, എനിക്ക് കാലും ഞാൻ ഇരിക്കുക. ചില കടഭാരത്താനുള്ളവര്. ആർക്കാടാ കടവില്ലാതിരിക്കുന്നത്? കടമുള്ളവരെന്ന് കൈപൊക്കിക്കേ. ഇവിടെ വന്നവര് കൈപൊക്കാൻ കടവില്ല ആർക്കും. ഓണച്ചാനും കടവുണ്ട്. ആണ്ട് കൈയൊന്ന് പൊക്ക്. 10 രൂപയെങ്കിലും ആർക്കെങ്കിലും കൊടുക്കാനുള്ളൊരു കൈ പൊക്കിക്കേ. ലോണുള്ളവര് കൈ പൊക്കിക്കേ. മതി പൊക്കിയത് മതി. കണ്ടവാൻ ഇനി അങ്ങ് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ മാനസിക പ്രയാസമില്ലാത്തൊരു പ്രയാസമുള്ളവരെന്ന് കൈ പൊക്കിക്കേ. എന്തേലും വിഷയത്തിൽ ആണ്ടായിരിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്നവർ, ഏതെങ്കിലും രോഗം, ഒന്ന് കൈ പൊക്കിക്കേ. കൈ ഒന്ന് പൊക്കേ. ഇത് അപ്പൊ ഇതെല്ലാം ഇതിനകത്തുള്ളതാ. ഇത് ചുമ്മാ കാടടച്ചു പോയി. രാവിലെ ഒരു ടി വിയിലല്ലേ വന്നിട്ട് ചില രോഗികളെ കാണുന്നു. എവിടെ? ഞാൻ മെഡിക്കൽ കോളേജിലാണോ? ചുമ്മാ വെള്ളം പൊട്ടി വരുന്നങ്ങ് പറയുക. ഭീകരമായ വെള്ളപ്പൊക്കം വരാൻ പോകുന്ന, അതെവിടെയെങ്കിലും ഒക്കെ കാണും. വെള്ളപ്പൊക്കം, വെള്ളമുള്ള കാലത്തോളം
പണ്ട് നായനാര് പറഞ്ഞതുപോലെ ഞാൻ പറയുന്നില്ല. വെള്ളമുള്ള കാലത്തോളം അത്ര ഇപ്പൊ പറയുന്നുള്ളൂ. ചുമ്മാ ആവശ്യമില്ലാത്ത വിളിച്ചു പോവരുത്. ഒത്തിരി ഒന്നും പ്രവചിച്ചില്ലെങ്കിലും മീഖായുടെ പ്രവചനത്തിന്റെ ശ്രേഷ്ഠത, ലോകരക്ഷകനാകുന്ന യേശു ക്രിസ്തു ഏത് സ്ഥലത്ത് ജനിക്കുമെന്ന് കൃത്യം പ്രവചിച്ച പ്രവാചകന മീഖ. അതാണ് നമ്മുടെ കുറുവാക്യം വായിച്ചു വാങ്ങിച്ചിട്ടുണ്ട്. നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ ചേച്ചേന്നേരം ഇരിക്കുവേ, എനിക്ക് കാലിനൊക്കെ ചില പ്രയാസമുണ്ട്. കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല. അതാണ് വിഷയം. ഒന്നുകൂടെ വായിച്ചേ മോളെ. നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. നിവാസികളെ രക്ഷ ചെയ്വതിന് കുമാരനെ ചുമർത്യനാക്കി വന്നു. നിവാസികളെ രക്ഷ ചെയ്വതിന് കുമാരനെ ചുമർത്യനാക്കി വന്നു. നിവാസികളെ രക്ഷ ചെയ്വതിന് അക്ഷയ കുമാരനെ ചുമർത്യനായി വന്നു. ഭൂരി മുതൽ മോചാലെങ്കിൽ പിറന്നു. യാതമോദൻ ദൂതർഗണ പാടിയാർത്തിടുന്നു. ലോകരക്ഷകനാകുന്ന യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി ഏത് സ്ഥലത്ത് നടക്കുമെന്ന് കൃത്യം പ്രവചിച്ച പ്രവാചകനാ മീഖ. യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചു എങ്ങനെ ജനിക്കും, ഏത് വിധത്തിൽ ജനിക്കും, ജനിക്കുന്ന ശിശുവിന്റെ വിശേഷത ഇതൊക്കെ അടുക്കിടക്കായിട്ട് ധാരാളം പ്രവചനം ക്രിസ്തുയേശുവിനെ പറ്റി യെശയ്യാവ് പ്രവചിച്ചു. പക്ഷേ ആരും പ്രവചിക്കാത്ത കാര്യമാ മീഖ കൃത്യം സ്ഥലം എവിടാന്ന്. അതാ 5-ാം വാക്യത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. നീയോ ബേത്ലഹേം എഫ്രാത്തേ, ബേത്ലഹേം എഫ്രാത്തേ, അവിടെ ജനിക്കുന്ന യേശു. ബേത്ലഹേം എഫ്രാത്ത്. പിന്നെ നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു. മത്തായി സുവിശേഷം 2-ാം അധ്യായം കൂടെ ചേർത്ത് പഠിച്ചാൽ യഹൂദയിലെ ബേത്ലഹേം. വായിച്ചേ മോളെ, മത്തായി 2:1. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം യേശു യഹൂദയിലെ യഹൂദയിലെ ബേത്ലഹേമിലാണ് ജനിച്ചത്. അതിന് യഹൂദയിലെ ബേത്ലഹേം എന്ന് എടുത്തു പറഞ്ഞത് വേറെ ബേത്ലഹേം ഉണ്ട്. ഈ ബേത്ലഹേം എന്ന ഒരു വ്യക്തിയുടെ പേരാ. എഫ്രാത്ത് അത് ഒരു വ്യക്തിയുടെ പേരാ. അപ്പൊ യഹൂദയിലെ ബേത്ലഹേം, അവിടെ യേശു ജനിച്ചത്. അതിനെ എടുത്തു പറഞ്ഞത് യഹൂദയിലെ ബേത്ലഹേം. വേറെ ബേത്ലഹേം ഉണ്ട്. തെളിവിന് ഒരു വാക്യം വായിച്ചു. ഈ യാക്കോബിന് 12 പിള്ളേരുണ്ട്. അതിലെ ഒരു മകനാണ് സെബുലൂൻ. 4 സ്ത്രീകളിൽ 12 ആൺപിള്ളേരും ഒരു പെൺകുട്ടി ഉണ്ടായി. രൂബേൻ മുതൽ ബെന്യാമീൻ വരെയുള്ളതായ 12 ആൺകുട്ടികളും ദീന എന്ന് പറയുന്ന പെൺകുട്ടിയും ഗോത്രപിതാവാകുന്ന യാക്കോബിനുണ്ടായി. അതിലൊരു വ്യക്തിയാണ് സെബുലൂൻ. അപ്പോൾ ഇസ്രായേൽ പ്രയാണം ചെയ്ത് കനാനിലോട്ട് കാലുകുത്തി കഴിഞ്ഞപ്പോൾ യോശുവ ദേശമെല്ലാം ചീട്ടിട്ട് പകുത്തു കൊടുത്ത കൂട്ടത്തിൽ ഈ സെബുലൂൻ മക്കൾക്ക് അവകാശം കൊടുത്തു. ആ സെബുലൂൻ മക്കളുടെ അവകാശത്തിൽ ഒരു ബേത്ലഹേമുണ്ട്. അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് ഇത് യഹൂദയിലെ ബേത്ലഹേമാണ്. നിങ്ങൾ യോശുവയുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ആദ്യം വായിച്ചേ. യോശുവ 19:10. മൈക്ക് കൂടെ വായിച്ചു. സെബുലൂൻ മക്കൾക്ക് കുടുംബമായി മൂന്നാമത്തെ നറുക്ക് വന്നു. സെബുലൂൻ മക്കൾക്ക് കുടുംബമായി മൂന്നാമത്തെ നറുക്ക് വന്നു. അവരുടെ അവകാശത്തിന്റെ അതിര് സാരീദ് വരെ ആയിരുന്നു. സാലി ഒന്നും ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട, സാലി എവിടെങ്ങാനും ഇരിക്കട്ടെ. മോളിത് വായിരേ. സാരീദ് വരെ ആയിരുന്നു. അവരുടെ അതിർ പടിഞ്ഞാറോട്ട്. ഒത്തിരി കാര്യങ്ങൾ അങ്ങനത്തെ എഴുതി വെച്ചേക്കുന്നു. അപ്പം ഇവരുടെ അവകാശത്തിന്റെ കാര്യമെല്ലാം പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് ഇനി 14-ാം വാക്യം വായിച്ചേ. പിന്നെ ആ അതിർ ഹനാദോന്റെ
വടക്ക് വശത്ത് തിരിഞ്ഞ് ഹിപ്താഹ് ഏൽ താഴ്വരയിൽ അവസാനിക്കുന്നു. പിന്നെ കത്താദ്, നഹലാൽ, ശിമ്രോൻ, ഈദല, ബേത്ലഹേം മുതലായ 12 പട്ടണവും. അപ്പോൾ സെബുലൂൻ മക്കളുടെ അവകാശത്തിൽപ്പെട്ട ഒരു ബേത്ലഹേമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഇത് സെബുലൂന്റെ അവകാശത്തിൽപ്പെട്ട ബേത്ലഹേമല്ല, യേശു ജനിച്ചത് യഹൂദയിലെ ബേത്ലഹേമില്ല. അതെന്താ യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിക്കാൻ കാരണം? ഞാൻ ഒരു 10-12 കാരണം നോട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നോട്ടോ ഇരിപ്പം കണ്ടിട്ടൊന്നും നോക്കുകയെന്ന് തോന്നുന്നില്ല. കുറിച്ചുള്ള നോട്ടവും ചരിഞ്ഞൊരു നോട്ടവും ഒക്കെ കണ്ടിട്ട് നോക്കാം. ചില കാര്യങ്ങൾ 1-2 എണ്ണമെങ്കിലും നമുക്ക് ചിന്തിക്കാം. എന്തുകൊണ്ടാണ് യഹൂദയിലെ ബേത്ലഹേമിൽ ക്രിസ്തു പൂജാതനാകാൻ കാരണം? ഈ മീഖ പ്രവചനത്തിനൊരു വിശേഷത. പ്രഗത്ഭരായ 3 രാജാക്കന്മാരുടെ കാലത്താണ് മീഖ പ്രവചിക്കുന്നത്. 1-ാം അധ്യായം 1-ാം വാക്യം. യോഥാം, ആഹാസ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് അല്ലെങ്കിൽ ഹിസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്ത് മോരസ്ത്യനായ മീഖായ്ക്കുണ്ടായ അവൻ ശമരിയെയും യെരൂശലേമിനെയും കുറിച്ച് ദർശിച്ചതുമായ യഹോവയുടെ ഇസ്രായേലിനെ അല്ലെങ്കിൽ യഹൂദയൊക്കെ ചേർത്ത് താൻ ദർശിച്ച പ്രവചന സൂക്തങ്ങളാ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ സകല ജാതികളുമായുള്ളവരെ കേൾപ്പിൻ. ഇത് കേൾക്കണം കേട്ടോ, സകല ജാതികളും ഇത് കേൾക്കണം. ഒരു വിഭാഗക്കാരോ മതക്കാരോ സഭക്കാരോ സംഘടനക്കാരല്ല, ഇത് മുഴുവൻ ആൾക്കാരും കേൾക്കണം. സകല ജാതികളും ഇത് കേൾക്കേണ്ട കാര്യമാണ്. അതെന്താ? ഇത് കേൾക്കണം, ഇത് കേൾക്കാൻ കൊള്ളാവുന്ന കാര്യമാണ്. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. അപ്പോൾ യഹൂദയ്ക്കും അല്ലെങ്കിൽ ഇസ്രായേലിനുണ്ടാകുന്ന ന്യായവിധിയെ പറ്റിയാണ് പ്രാരംഭ അധ്യായങ്ങൾ കൊടുത്തത്. ദൈവം ന്യായം വിധിക്കും, ദൈവം ശിക്ഷിക്കും, ദൈവം ശിക്ഷിക്കാതെ വിടത്തില്ല. വായിച്ചതാണോട്ടെ. ഭൂമിയെ അതിലുള്ള സകലവുമായുള്ളവേ ചെവിക്കൊള്ളുവിൻ. കേൾക്കണം, ചെവിക്കൊള്ളണം. പിന്നെ യഹോവയെ കർത്താവ് തന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് കർത്താവ് തന്നെ നിങ്ങൾക്ക് വിരോധമായി സാക്ഷിയായിരിക്കട്ടെ. ദൈവം ഇവർക്ക് വിരോധമായിട്ട് വന്നിരിക്കുക. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. ദൈവം വിരോധമായി. ദൈവം വിരോധമായ രക്ഷപ്പെടുവോ? മനുഷ്യനോട് പാപം ചെയ്താൽ ദൈവത്തോട് പറയാം, ദൈവത്തോട് പാപം ചെയ്താലോ? ഇപ്പം ദൈവം എതിരായിട്ട് വന്നിരിക്കുക. ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം ദൈവം എതിരാ. അവിടെ 1-2 കാര്യം പറയാം. ഇവർക്ക് ദൈവം ഇപ്പൊ എതിരായിട്ട് വന്നു. അതുകൊണ്ട് പറയാ, ഞാൻ ശിക്ഷിക്കാതെ വിടത്തില്ല. 4-ാം വാക്യം. തീയുടെ മുമ്പിൽ മെഴുകുപോലെയും കിഴുക്കാൻ തൂക്കത്തിൽ ചാടുന്ന വെള്ളം പോലെയും പർവ്വതങ്ങൾ അവന്റെ കീഴിൽ ഉരുകുകയും താഴ്വരകൾ പിളർന്നു പോവുകയും ചെയ്യുന്നു. ഇതൊക്കെ യാക്കോബിന്റെ അതിക്രമ നിമിത്തവും ഇസ്രായേൽ ഗൃഹത്തിന്റെ പാപങ്ങൾ നിമിത്തമാണ്. അപ്പോൾ ദൈവം ഇവരെ ശിക്ഷിക്കും. എന്തിനാ ശിക്ഷിക്കുന്നത്? ഇവരുടെ അതിക്രമം, ഇവരുടെ പാപം. പാപത്തിന് പല നിർവചനമൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വലിയ ഭാഷാജ്ഞാനം ഒന്നുമില്ല, പാസ്റ്റർമാർക്കൊക്കെ അറിയാം. ലക്ഷ്യം തെറ്റുക എന്നല്ലയോ, ഹമാർട്ടിയ ഒരിക്കട്ടെ, എന്തോ ഗ്രീക്കാന്നോ ഹീബ്രുവാന്നോ? ഗ്രീക്കാ, ഇരിക്കട്ടെ ഗ്രീക്ക്. ലക്ഷ്യം തെറ്റുക, ഇവരുടെ പാപം, ഇവരുടെ അതിക്രമം, ഇവരുടെ ലംഘനം. അതുകൊണ്ട് ദൈവം ഇവർക്കെതിരായി വന്നു. ഞാൻ 1-2 കാര്യം നോട്ട് ചെയ്തിട്ടുണ്ട്. അത് എന്തുവാ ഇവരുടെ ലംഘനം, ഇവരുടെ പാപം? 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചേ. കിടക്കമേൽ നീതികേട് നിരൂപിച്ച്. അതാ വിഷയം. ഉറങ്ങാൻ അങ്ങോട്ട് കയറുമ്പം ദോഷം ഒപ്പിച്ചോ ചിന്തിച്ചോണ്ട് കിടക്കരുതെന്നായി പറഞ്ഞ്. മനസ്സിലായോ? നാളെ ഒന്ന് നേരം എടുത്തോട്ടെ, ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞാ കിടക്കുന്നത് അല്ലേ? എല്ലാവരും അല്ല. നാളെ എൻ്റെ കൊക്കിന് ജീവനുണ്ടായി ഞാനിത് ഇന്ന് രാത്രി നീ തൊലഞ്ഞാ എന്നാ ചെയ്യും? ഉടവയല്ല മരണം എന്നാർക്കറിയാം, ലേജവും ഇല്ല സമയം. രാജാക്കന്മാർ വലിയ ധീരന്മാരായവരോ, രാജാക്കന്മാർ വലിയ ധീരന്മാരായവരോ, ധീരസാധുക്കളോ ഈ ലോകം വെടിഞ്ഞു പോകും. ധീരസാധുക്കളോ ഈ ലോകം വെടിഞ്ഞു പോകും. എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്ന കച്ചമേ? എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്ന ഓർക്കായിലെന്തു
അല്ലാതെ നങ്ങിയാറുകളൊക്കെ ഒന്ന് വണ്ടി പിടിച്ചൊന്നും വരണ്ട. നാളെ നല്ല പറഞ്ഞ അച്ചായൻ ഞാൻ ചോദിച്ചങ്ങ് ഓൻ്റെ പാസ്റ്റേ ഞങ്ങൾ പ്രാർത്ഥിച്ചേച്ച് കിടന്ന് അങ്ങരുന്നപ്പോൾ അച്ചായൻ ഞാൻ നോക്കി ഞാൻ സഭയ്ക്കകത്ത് ഒരു 5 ഇക്കിളിടുന്ന ആളാ. പക്ഷെ രാത്രി ദൈവം വിളിച്ചപ്പം വേറെ ആള് പറഞ്ഞു ഒന്നും മിണ്ടാതാ പോയെന്ന്. അതിനേ ഉള്ളു നീയെ. മനസ്സിലായോ? തൊട്ടടുത്ത് നിപ്പോണ്ട് മരണം, അടുത്ത് നിപ്പോണ്ട്. ഒറ്റ തപ്പുമ്പോഴേ നീ തീർന്നു അതിനോട്. അതുകൊണ്ട് ദൈവത്തിന് മകത്ത് കിടക്കമേൽ നീതികേടൊന്നും ചിന്തിച്ച് കിടക്കരുത്. ഒന്നുകൂടെ വായിച്ചേ മോളെ. കിടക്കമേൽ നീതികേട് നിരൂപിച്ച് മുഴുവൻ അവന്റെ അതിര് ഞാൻ മാന്തും, ഈ വേലി ഞാൻ പൊളിപ്പിക്കും, ആ കല്ല് ഞാൻ അവിടുന്ന് ഇളക്കും. അതിന് ഞാൻ പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞിട്ടുണ്ട്, അടുത്ത ആഴ്ച തന്നെ ഞാൻ തഹസീൽദാരെ കാണാൻ. ബേബി നീ ഇന്ന് രാത്രി തട്ടിപ്പോകും കേട്ടോ, നീ ആവശ്യമില്ലാത്ത ചിന്തിച്ച് കിടന്നാൽ. നിങ്ങൾ ചിന്തിക്കുക, ദൈവമേ ഇന്നലെ കൊണ്ടങ്ങ് യോഗം തീർന്നാൽ മതിയായിരുന്നു, ഇയാളെ ഇന്ന് ഞാൻ തന്നെ വരണം, ഇത് നീ കേൾക്കുകയും ചെയ്യണം. ആവശ്യമില്ലാത്തതൊന്നും എൻ്റെ ഹൃദയത്തിൽ ചിന്തിക്കരുത്. രാത്രി വിശ്രമിക്കുമ്പോഴേ സ്തോത്രം ചെയ്തും പ്രാർത്ഥിച്ചും നല്ല ആത്മീക ശുശ്രൂഷകള് ഇപ്പൊ ഒക്കെ കാണാനും കേൾക്കാനും ഉള്ളതൊക്കെ കേട്ടും കണ്ടും അല്ലെ വേദപുസ്തകമൊക്കെ വായിച്ചേ. ഞാനേ ചില ദിവസങ്ങളിലൊക്കെ ഉറക്കം കിട്ടുകയില്ല, പല കാര്യങ്ങളല്ലേ. അപ്പം ഉറക്കം വരാ എന്നോട് ചോദിക്കും എങ്ങനെയാ ഇതെന്തിനാ. ഞാൻ എൻ്റെ രീതി പറയാം, ഉറക്കം കിട്ടാതെ അഥവാ വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ വാക്യം പറഞ്ഞുകൊണ്ട് കിടക്കും. അങ്ങനെ പറഞ്ഞു കൊഴിച്ചുമ്പോൾ അങ്ങ് ഉറങ്ങും. അന്ന് രാത്രി എന്നെ സുഖമാണെന്നറിയാം ഉറക്കത്തിന്. നല്ല നല്ല ദർശനങ്ങളും കാണിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു പ്രത്യേക പ്രസരിപ്പാ. അതെന്നാ, ഇത് സന്ധ്യമച്ചകളെ തുളച്ചു വരുന്ന വചനമാണ്, ദൈവവചനം. ഉറക്കം കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സൈക്കാട്രി ഒന്നും പോയി കാണണ്ട, അവരെ ഉറക്കമില്ലാതിരിക്കുക. അവര് നമുക്കിതെല്ലാം പറഞ്ഞ് എന്തിച്ചു വേറെ അവര് നീ ഒരുത്തനെയും കാണണ്ട, നീ ആ വേറെ പുസ്തകം ഒന്ന് വായിച്ചേച്ച് വചനം പറഞ്ഞേ. വചനം പറ, വചനത്തിന് ശക്തി ഉണ്ടെന്നായി പറഞ്ഞത്. ഇത് അതിവേഗത്തിലോടുന്ന ദൈവവചനമാ. സന്ധ്യമച്ചകളെ തുളച്ചു വരുന്നത് ആ ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിട്ടിരിപ്പീൻ, നീതിയാഗങ്ങൾ അർപ്പിപ്പീൻ. അങ്ങനല്ലയോ? 4-ാം വാക്യം വായിച്ച 4:4 ആ 4:4 വായിരേ. പിന്നെ അങ്ങനെ വേണം രാത്രി കിടക്കാൻ. നടുങ്ങുവീൻ. മോളെ വായിച്ചേ, കർത്താവിന്റെ ദാസൻ വായിച്ചു, മോള് മൈക്കിൽ കൊണ്ടൊന്ന് വായിച്ചേ. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് കിടക്കാൻ നേരത്ത് കുന്തം കണ്ടോണ്ട് കിടക്കരുതെന്നായി പറഞ്ഞത്. ലില്ലുക്കുട്ടി ഓടുന്നതും ബേബി കയറി വരുന്നതും മനസ്സിലാകുന്നുണ്ടോ വല്ലോ? രാത്രി കിടക്കുമ്പോഴേ നാളൊരു തള്ള പറഞ്ഞ് കാണാനും മേലെന്ന്. അതാ വിഷയം, കാണാനും വയ്യെന്ന്. പ്രായം കുറയായി ഒതുങ്ങ്. മായയെ നോക്കാതെ വണ്ണം മമ കൺകൾ നീ തിരിച്ചു. മായയെ നോക്കാതെ വണ്ണം മമ കൺകൾ നീ തിരിച്ചു. മകൾ കൂരോ നിൻ വഴിയിൽ എന്നെ നടത്തണമേ. മകൾ കൂരോ നിൻ വഴിയിൽ എന്നെ നടത്തണമേ. അപ്പൊ ശ്രദ്ധിക്കുക, ആവശ്യമില്ലാത്തതൊന്നും കാണരുത്, കേൾക്കരുത്. രാത്രി വിശ്രമിക്കുമ്പോൾ ഒരു പകല് മുഴുവൻ ദൈവം നിന്നെ സൂക്ഷിച്ചു. അപകടങ്ങൾ അനർത്ഥങ്ങൾ പതിയിരുന്നപ്പോൾ അതിൽ നിന്നെല്ലാം ദൈവം നിന്നെ വിടുവിച്ചു. ആ കിടക്കമേലോട്ട് കിടക്കുമ്പോൾ സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ച് നല്ല കാര്യങ്ങൾ ചിന്തിച്ച് നല്ല വചനമൊക്കെ ചിന്തിച്ച് അങ്ങോട്ടൊന്ന് കിടന്ന് എന്തോ ഉറക്കവാന്നറിയാവോ? അതിന് അംസരസായനം കഴിക്കണ്ട, ടാബ്ലറ്റ് എടുക്കണ്ട. പിന്നെ ഉറക്കം വരാതിരിക്കുന്ന അച്ഛനെ പാലിനകത്ത് മഞ്ഞപ്പൊടി കലക്കി പിന്നെ ഉറക്കം. നാളെ പറഞ്ഞു പൂവമ്പഴവും കൊടുക്കുമെന്ന്. ഈ പൂവമ്പഴവും കൊടുക്കണ്ട, പെടപ്പഴവും കൊടുക്കണ്ട, മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നേ കൊടുത്തു. ഉറക്ക നീ വചനം അങ്ങോട്ടൊന്ന് ധ്യാനിച്ചേ.
ഈ എൻ്റെ പ്രസംഗം എല്ലാവർക്കും ഒന്നും ശരി മിക്ക നമ്മുടെ മെയിൻ ആൾക്കാർക്ക് പലർക്കും ഇഷ്ടമല്ല. പക്ഷേ ധാരാളം ആൾക്കാർ, എനിക്ക് സന്തോഷം, എത്രയോ തള്ളമാരും അപ്പന്മാരും വന്നിട്ട് പാസ്റ്ററുടെ പ്രസംഗം കേട്ടാ ഉറങ്ങുന്നേ. അപ്പം എനിക്ക് സന്തോഷം, ഉറക്കാനെങ്കിലും എൻ്റെ പ്രസംഗം കൊള്ളുമല്ലോ, വലിയ കാര്യം. ഉറങ്ങാത്ത എത്രയോ തള്ളമാര് കിടന്ന് ഇത് കേട്ട് അത് വലിയ കാര്യമല്ലേ. വലിയ ഉണർവൊന്നും ഉണ്ടായില്ല, തള്ള ഉറങ്ങുന്നുണ്ടല്ലോ, അത് വലിയ കാര്യമാണ്. ഞാനത് വലുതായിട്ടാക്കാൻ. അപ്പൊ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിട്ടിരിക്കണം. നീതിയാഗം അർപ്പിപ്പീൻ, യഹോവയിൽ ആശ്രയം വെപ്പീൻ, നമുക്ക് ആര് നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. അതൊക്കെ പറയും, നീ ഇതങ്ങോട്ട് ധ്യാനിച്ചൊന്ന് കിടന്നേ. ഞാൻ രാത്രി കിടക്കാൻ നേരത്ത് ഒരു ശീല പാട്ടൊക്കെ ചിലപ്പോൾ പാടും. അപ്പോഴേ എനിക്ക് ഇവരുള്ളത് കൊണ്ട് പാട്ടുമൊക്കെ 2 ശീല പാടിക്കോട്ടെ ഇടയ്ക്കിടയ്ക്ക്. നമ്മൾ പാടുകല്ലേ. രാത്രി ഞാൻ എൻ കിടക്കയിൽ പ്രാണനാഥനെ വേദവാക്യങ്ങൾ, രാത്രി ഞാൻ എൻ കിടക്കയിൽ പ്രാണനാഥനെ വേദവാക്യങ്ങൾ ഓർത്തു ധ്യാനിച്ചു മോദമായി പ്രാർത്ഥിച്ചിടുവാൻ കൃപ ചെയ്യണേ. ഓർത്തു ധ്യാനിച്ചു മോദമായി പ്രാർത്ഥിച്ചിടുവാൻ കൃപ ചെയ്യണേ. ഇന്ന് രാത്രിയിൽ എൻ്റെ ജീവനെ നീയടൂ തീടുകിൽ വിഭോ. ഇന്ന് രാത്രിയിൽ എൻ്റെ ജീവനെ പാടാൻ നല്ല പാട്ടാ. ഒന്നുമില്ല, ഇന്ന് രാത്രിയെങ്കിലും അതങ്ങ് പഠിച്ചോ വീട്ടിൽ പോയിരുന്നു. ഇന്ന് രാത്രിയിൽ എന്റെ ജീവനെ നീയടൂ തീടുകിൽ വിഭോ. നിന്നിൽ ഞാൻ നിദ്ര കൊണ്ടുവി ശ്രമിച്ചിടുവാൻ കൃപ ചെയ്യണേ. നിന്നിൽ ഞാൻ നിദ്ര കൊണ്ടുവി ശ്രമിച്ചിടുവാൻ കൃപ ചെയ്യണേ. പ്രാണനായകൻ യേശുവേ, നീ ഈ രാത്രിയിൽ എഴുന്നള്ളിയാൽ. പ്രാണനായകൻ യേശുവേ, നീ ഈ രാത്രിയിൽ എഴുന്നള്ളിയാൽ. ആനന്ദത്തോടെ ദാസനും എതിരേൽക്കുവാൻ കൃപ ചെയ്യണേ. നല്ല പാട്ടാ. ഇതൊക്കെ പാടി വേണം കിടക്കാൻ. അല്ല അവൻ്റെ അതിന് മാന്തുന്ന എങ്ങനെ മറ്റവനെ ഇട്ട് പാര വെക്കുന്ന തന്നെ നാളെ സഭയിലോട്ട് ചെല്ലട്ടെ, മറ്റവനെ ഞാൻ പൊരിപ്പിക്കും, ഇതൊന്നും അല്ല ചിന്തിക്കാം. ഇത് കിടന്ന് മുഴുവൻ കുശുമ്പും മുന്നായ്മയും, ചിന്തിച്ചുറക്കവും വരുന്നില്ല. കൂടെ കൊണ്ടിരുന്നിട്ട് ബാത്റൂമിൽ പോകുന്നു, ഒരു മന്ത വെള്ളം കുടിക്കുന്നു, പിന്നെയും വന്ന് കിടക്കുന്നു, കട്ടിലേന്ന് താഴെ ഇറങ്ങി കിടക്കുന്നു, ടോറച്ചടിച്ച് മൊത്തം എന്നെ താഴെ കാണിക്കുന്നേ. കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിട്ടിരുന്ന് നീതിയാഗം അർപ്പിക്കണം. അപ്പൊ ഈ ദൈവം ഇവരെ ശിക്ഷിക്കും, വെറുതെ വിടത്തില്ല. കാരണം എന്നാ? അതാ കാരണം 2:1 ഒന്നുകൂടെ വായിച്ചോ മോളെ. കിടക്കമേൽ നീതികേട് നിരൂപിച്ച് മുഴുവൻ ആവശ്യമില്ലാത്തത് ചിന്തിക്കുക. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഞാൻ എതിരായിട്ട് വന്നിരിക്കുക, ശിക്ഷിക്കും. ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കരുത് കേട്ടോ, ഒന്നും ചിന്തിക്കരുത്. ദൈവം സൂക്ഷിച്ചതിനൊക്കെ നന്ദി പറഞ്ഞ് ശാന്തമായിട്ട് സ്തോത്രം ചെയ്ത് ഒക്കെ ഒന്നെങ്കിലായിട്ട് 2 ശീലം. ഞാനിപ്പോ പാടിയ പാട്ട് നല്ല പാട്ട്, അത് പഠിക്കുന്നു രാത്രി. ആവശ്യമില്ലാത്തെല്ലാം പഠിക്കുന്നില്ല, നല്ലത് ഇത് പഠിക്കുന്നതാണ്. ആ കിടക്കാൻ നേരത്ത് 2 ശീലം പാടി ആ വാക്യമൊക്കെ ഒന്ന് പറഞ്ഞൊന്ന് കിടന്നേ ചെന്നെ ഒന്ന് വിളിച്ച് പറ പിറ്റേന്ന് എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. ആരോട് പറയാൻ? ഇപ്പൊ ചില ചിന്തിക്കോ ഞങ്ങൾ ഈ കിടപ്പ് കിടന്നോളാന്ന്. നീ എവിടെ കിടക്ക്, നല്ല കാര്യമായി പറഞ്ഞു തരുന്നേ. എന്തും വേണ്ട, പൈസ ആ ഉറക്കം കിട്ടാൻ കൊടുക്കുന്നത്, ഒന്നും കൊടുക്കണ്ട, ഇത് മതി. അപ്പൊ കിടക്കമേൽ ആവശ്യമില്ലാത്തതെല്ലാം ചിന്തിക്കുക. അതുകൊണ്ട് ദൈവം ശിക്ഷിക്കും, വെറുതെ വിടത്തില്ല. ഇനി അതിന്റെ 2-ാം അധ്യായത്തിന്റെ 2-ാം എല്ലാം പറയാൻ നേരമില്ല. 2:2 വായിരേ. അവർ വയലുകളെ മോഹിച്ച് പിടിച്ചു പറിക്കുന്നു, പിന്നെ അവർ വീടുകളെ മോഹിച്ച് കൈക്കലാക്കുന്നു. അങ്ങനെ അവർ പുരുഷനെയും അവന്റെ ഭവനത്തെയും മനുഷ്യനെയും അവന്റെ അവകാശത്തെയും പീഡിപ്പിക്കുന്നു. അപ്പോൾ അടുത്ത വാക്യം, അവര്
വയലുകളെ മോഹിച്ച്, ആ ഫാനം നിർത്തിയത് മറിഞ്ഞു പോകുന്നു. അവർ വയലുകളെ മോഹിച്ച് പിടിച്ചു പറിക്കുന്നു. പിന്നെ അവർ വീടുകളെ മോഹിച്ച് കൈക്കലാക്കുന്നു. അങ്ങനെ അവർ പുരുഷനെയും അവന്റെ ഭവനത്തെയും മനുഷ്യനെയും അവന്റെ അവകാശം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവൻ്റെത് അപകരിക്കാൻ സൂത്രമൊപ്പിക്കുന്നു. മനസ്സിലായോ? നമ്മുടെ ഇടയിലും ചില ആൾക്കാരുണ്ട്, പാസ്റ്ററെ പ്രാർത്ഥിക്കണം, അവരെ ദൈവം തുരത്തി കൊടുക്കണമെന്നുണ്ട്, ഞങ്ങൾക്ക് അതുകൂടെ വേണമെന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കുകയല്ല, ഒരുത്തനെ ഒതുക്കി വെച്ചാന്നോ നിനക്ക് കിട്ടുന്നത്. പ്രാർത്ഥിക്കണം. അതേ നമ്മുടെ വാതൊക്കെ കിടക്കുന്നത് നമുക്ക് ക്ഷീണം. എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നേ പിടിച്ചു പറിക്കുക. പണ്ടൊക്കെ അങ്ങനെ പിടിച്ചു പറിച്ച ആൾക്കാരുണ്ട്. അപ്പുറത്തുകാരന് കടം കൊടുക്കും, ഇവൻ്റെ കയ്യിലുണ്ട്, ഇച്ചിരി കൊടുക്കും, 50 രൂപ 25 രൂപ കൊടുത്ത് അവസാനം കള്ളക്കണക്കെല്ലാം എഴുതി വെച്ച് അവൻ്റെ വസ്തു എഴുതിയെടുക്കും. എന്നാ നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഒരെണ്ണം ശരിയായിട്ടില്ല, ശരിയാകത്തുമില്ല. വേറൊരാളുണ്ടായിരുന്നു, കുടിക്കാൻ കൊടുക്കുമായിരുന്നു, കുടിക്കാൻ കൊടുത്ത് പുള്ളി ഇത് കിട്ടിയത് ആട്ടെന്നോർത്ത് കൂടെ കൊന്നു. അവസാനം കുടിച്ച് പറ്റെല്ലാം എഴുതി വെച്ച് എത്രയാണ് ഇത്ര, അയ്യോ എൻ്റെ തരാൻ, എന്നാ ആ വസ്തുവിന് തന്നേക്കാൻ, അത് എഴുതി മേടിച്ചു. എത്ര വിദ്വാന്മാര് പിടിച്ചു പറയുക. അമ്മാമ്മ ഏതാണ്ട് പറഞ്ഞു കൊടുക്കുന്നത്, അങ്ങനെ ആരാണ്ട് മേടിച്ചെന്നായിരിക്കും. അതൊക്കെ ഞാൻ കണ്ടവിടെ ഇരുന്ന് പറയുന്നത്. എനിക്ക് നല്ല കാഴ്ചപ്പാടാ. മറ്റുള്ളവന്റെ പിടിച്ചു പറിക്കരുത്, മറ്റുള്ളവനെ ഒന്നും മോഹിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ വിരോധമായെന്ന്. അപ്പുറത്തുകാരൻ്റെ അയലത്തുകാരൻ്റെ സഹോദരൻ്റെത് ഇതൊന്നും നീ ന്യായത്തിന് നിരക്കാത്തതൊന്നും ചെയ്യരുത്. ഒന്നുകൂടെ വായിച്ചേ മോളെ, 2-ാം വാക്യം. അവർ വയലുകളെ മോഹിച്ച് പിടിച്ചു പറിക്കുന്നു, അവർ വീടുകളെ മോഹിച്ച് കൈക്കലാക്കുന്നു. അങ്ങനെ അവർ പുരുഷനെയും അവന്റെ ഭവനത്തെയും മനുഷ്യനെ അവന്റെ അവകാശത്തെയും പീഡിപ്പിക്കുന്നു. സൂത്രം പറഞ്ഞ് തന്ത്രമുണ്ടാക്കി ഒന്നും സമ്പാദിക്കരുതെന്ന്. കള്ളക്കണക്കെഴുതി കള്ളത്തുലാസ് യഹോവയ്ക്ക് വെറുപ്പാ. ഒത്ത പടിയോ അവിടത്തേക്ക് പ്രസാദമാ. പലർക്ക് കട നടത്തുന്നവരെ, ബിസിനസ് ചെയ്യുന്നവരൊക്കെ വളരെ സൂക്ഷിച്ചോണം. നീതിക്ക് ന്യായത്തിന് നിരക്കാത്തത് നിന്റെ ത്രാസെ കണ്ടാൽ ദൈവം നിന്നെ വിടുകയില്ല. പാല് വിൽക്കുന്നയാൾക്ക് ഇപ്പം അധികമില്ല, ഇപ്പം സൊസൈറ്റിയില്ല. പാലിനകത്ത് വെള്ളം ചേർക്കരുത്. ഇപ്പം പിന്നെ വെള്ളം ചേർക്കരുത്, വെള്ളമായിട്ട് അങ്ങോട്ട് പോകുന്നത്. കാരണം പാലിനകത്ത് വെള്ളം ചേർക്കരുതെന്നേ ഉള്ളൂ. വെള്ളത്തിനകത്തോട്ട് ദൈവം ന്യായം വിധിക്കും. വളരെ കൃത്യമായിരിക്കണം. വേദപുസ്തകം അങ്ങനെയാ പഠിപ്പിക്കുന്നത്. വീടും വയലും തോട്ടവും എല്ലാം നേടുവാനുള്ള സമയമിതല്ല. വീടും വയലും തോട്ടവുമെല്ലാം നേടുവാനുള്ള സമയമിതല്ല. കാടും മലയും അവലോടോടി നേടുക നീ ആത്മാക്കളെയും. അവലോടോടി നേടുക നീ ആത്മാക്കളെയും. അത് ഇങ്ങനെ പ്രസംഗിച്ചാൽ അങ്ങനെ പ്രസംഗിക്കും ദൈവത്തിന്റെ മഹത്വം. അതുകൊണ്ട് അധികം ദീർഘം. അപ്പൊ ഒന്ന്, നീതികേട് നിരൂപിക്കുന്നു, ദൈവം ശിക്ഷിക്കും. 2, വയലുകളെയും വീടുകളെയും ഒക്കെ അവരൻ്റെത് അന്യായം കാണിച്ച് മോഹിച്ച് പിടിച്ചു പറിക്കുന്നു. ദൈവം വിടത്തില്ല, ദൈവം ശിക്ഷിക്കും. അത് കത്തോലിക്കനാന്നേലും യാക്കോബക്കാരനാന്നേലും CSI ആന്നേലും പെന്തിക്കോസ് ആന്നേലും ബ്രദർ ആന്നേലും TPM ആന്നേലും ഹിന്ദു ആന്നേലും മുസ്ലിം ആരാന്നേലും നീതിക്ക് നിരക്കാത്തത്, ന്യായത്തിന് നിരക്കാത്തത് അവൻ ചെയ്താൽ ദൈവം നിനക്കെതിരാ. അതിന് ഉപവാസ പ്രാർത്ഥന നടത്തിയാലൊന്നും ശരിയാകുകയല്ല. ചേട്ടന് കൊടുക്കേണ്ടത്, അനിയന് കൊടുക്കേണ്ടത്, പെങ്ങൾക്ക് കൊടുക്കേണ്ടത്, സഹോദരങ്ങൾക്ക് കൊടുക്കേണ്ടത്, അപ്പനും അമ്മയും ചാകാറായി കിടന്നപ്പോൾ കള്ളയാധാരം ഉണ്ടാക്കി അപ്പനിങ്ങനെ എരിഞ്ഞു കിടന്നപ്പോൾ കുറുക്കൊടുക്കി കൊടുത്തേച്ച് അമുക്ക് കുറുക്കിതിലെ കൈ പിടിച്ച് അമുക്കി കുറുക്കും അമുക്കും എന്നുവെച്ച് നീ കള്ളയാധാരം ഉണ്ടാക്കി കരവടച്ച രസീത് വല്ല ട്രങ്കിനകത്ത് കൊണ്ടുവച്ച തങ്കമ്മേ പാപ്പച്ച നിന്നെ ദൈവം അടിച്ച് നിന്റെ ഇടപാട് തീർക്കും. ഇതെല്ലാം ചെയ്ത് വെച്ചെന്ന് പറയാം. 3 ദിവസം ഉപവാസ പ്രാർത്ഥന, തമ്പേർ തല്ലി പൊട്ടിക്കാന്നല്ലാതെ പിടിച്ചു പറിക്കരുത്. ന്യായമില്ലാത്തതൊന്നും നിന്റെ കൂടാരത്തിൽ കാണരുത്. സ്വത്തൊന്നും ഒത്തിരി വേണ്ട, അല്പം മതി, അത് മതി, ഉള്ളത് മതി. നീതിക്ക് നിരക്കാത്തത്, ന്യായത്തിന് നിരക്കാത്തത്, അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ക്രമീകരണം വരുത്തില്ലേ ദൈവം നിന്നെ പിടികൂടും.
നീ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇടപാട് തീർത്ത്. പുള്ളിക്ക് ഒത്തിരി കാര്യമുണ്ട്. ഇടപാടെല്ലാം തീർത്ത് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ വന്ന് ഒത്തിരി കാര്യം ചെയ്യേണ്ടതുണ്ടെന്ന്. അതുകൊണ്ട് സമയമില്ല. മനസ്സിലായോ? ഇതോ മനസ്സിലായി. അപ്പൊ ദൈവം എതിരാ. അടുത്തത് എന്താ ഇവരെ ശിക്ഷിക്കാൻ മൂന്നാമത്തെ കാരണം? മോളെ, 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിച്ചേ. നിങ്ങൾ നന്മയെ ദ്വേഷിച്ച് തിന്മയെ ഇച്ഛിക്കുന്നു. നിങ്ങൾ നന്മയെ ദ്വേഷിച്ച് തിന്മയെ ഇച്ഛിക്കുന്നു. തിന്മയെ ഇച്ഛിക്കുന്നു. പിന്നെ നിങ്ങൾ ത്വക്ക് അവരുടെ മേൽ നിന്നും മാംസം അവരുടെ അസ്ഥികളിൽ നിന്നും പറിച്ചു കളയുന്നു. അടുത്തത് 3-ാമത്തെ, നിങ്ങള് നന്മയെ ദ്വേഷിച്ച് തിന്മയെ ഇച്ഛിക്കുന്നു. തിന്മയാ നിങ്ങൾക്ക് ഇഷ്ടം. അതാ ഇഷ്ടം. ചില എല്ലാത്തിനും കൊണ്ട് 2 വകുപ്പുണ്ടല്ലോ. ഒരുത്തൻ അമ്മയ്ക്കിട്ട് അടിച്ചു. നമ്മൾ എൻ്റെ ദൈവമേ എന്തുവാടാ കാണും. പിന്നെ വേറൊരുത്തൻ പറ തള്ളയ്ക്ക് ഒരു അടിക്കാൻ അവകാശം ഉണ്ടായിരുന്നു. അതിന് 2 പക്ഷമാണ്. അമ്മയെ തല്ലാവോ? അഥവാ അവരുടെ ഭാഗത്തൊരു അപാകതയോ ന്യൂനതയോ വന്നാൽ അപ്പനെ അമ്മയെ ഉപദ്രവിക്കുമോ? അപ്പനോടും അമ്മയോടും കയർക്കാമോ? മാതാപിതാക്കളോട് കൊമ്പ് കോർക്കാവോ? അപ്പനാ അമ്മയാ. വേദപുസ്തകം പഠിപ്പിക്കുന്നത് നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ നിന്റെ അപ്പനെ അമ്മയെ, അത് വേദപുസ്തകത്തിന്റെ പ്രമാണമാ. അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ അനാഥയാലെ കൊണ്ട് കൊടുത്തിട്ടൊന്നും കാര്യമില്ല. അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ ക്രൂസൈഡ് നടത്തിയതുകൊണ്ടൊന്നും മുഴുത്ത വാറ്റുമൊക്കെ കൂട്ടി ഇങ്ങനെ നിൽക്കുക. അന്തേം തള്ളേം കിടന്ന് നറതറാന്നിരിക്കുക. സഹോദരങ്ങളോട് മിണ്ടുകയല്ല. എന്നിട്ട് എന്നും അങ്ങ് കൺവെൻഷനാ. എല്ലാരും ദൈവത്തിന് മഹത്വം. നന്മയെ ദ്വേഷിക്കുക, തിന്മയാ ഇഷ്ടം. പക്ഷെ യേശുക്രിസ്തു നന്മ കൊണ്ട് തിന്മയെ ജയിച്ചവനാ. നന്മയാ തിന്മകളെ ജയിച്ചവൻ സൗമ്യനായി താഴ്ത്തി മരകൂരിശതിൽ മരണം വരെ. നന്മയാൽ തിന്മകളെ ജയിച്ചവൻ സൗമ്യനായി താഴ്ത്തി മരകൂരിശതിൽ മരണം വരെ. സ്വയം അതിലില്ല ഭയമതിലില്ല, സ്വയം അതിലില്ല ഭയമതിലില്ല. നാഥൻ തൻ ഗീതത്തെ തികപ്പതിനായി. സ്വയം അതിലില്ല ഭയമതിലില്ല, നാഥൻ തൻ ഗീതത്തെ തികപ്പതിനായി. ശ്രദ്ധിക്കില്ല, തിന്മ കൊണ്ടല്ല നന്മ കൊണ്ട് ജയിക്കണം. ഇവരുടെ ശിക്ഷ വരാൻ കാര്യം തിന്മയെ ദ്വേഷിച്ച് നന്മയെ ദ്വേഷിച്ച് തിന്മയെ ഇച്ഛിക്കുന്നു. അതാ നന്മയെ ദ്വേഷിക്കുക. അത് വേണ്ട. തിന്മ മതിയല്ലോ. അപ്പോൾ ദൈവം അതുകൊണ്ട് എതിരായി. ഇവർക്ക് ദൈവം പറയും ശിക്ഷിക്കും. ഒരു തർക്കവുമില്ല. അത് ബെന്തിക്കോസെന്നോ യാക്കോബയെന്നും ഒരു തരവൊന്നുമില്ല. ദൈവം ശിക്ഷിക്കും. അടുത്തത് വിവരിക്കുന്നില്ല. 4-ാമത്തെ കാര്യം, ശിക്ഷിക്കാൻ 6 കാര്യമാണ് പ്രധാനമായിട്ട്. 4-ാമത്തെ കാര്യം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിച്ചേ. എന്റെ ജനത്തെ തെറ്റിച്ചു കളയുകയും പല്ലിന് കടിപ്പാൻ വല്ലതുമുണ്ടെങ്കിൽ സമാധാനം പ്രസംഗിക്കുകയും അവരുടെ വായിലൊന്നും ഇട്ടുകൊടുക്കാത്തവന്റെ നേരെ വിശുദ്ധ യുദ്ധം ഘോഷിക്കുകയും ചെയ്യുന്ന. എങ്ങനെയുണ്ട് പ്രവാചകന്മാര്? ഒന്നുകൂടെ വായിച്ചേ മോളെ. എന്റെ ജനത്തെ തെറ്റിച്ചു കളയുകയും എന്റെ ജനത്തെ വായിലൊന്നും ഇട്ടുകൊടുക്കാത്തവന്റെ അവരുടെ വായിലൊന്നും ഇട്ടുകൊടുക്കാത്തവന്റെ നേരെ വിശുദ്ധ യുദ്ധം ഘോഷിക്കുകയും അവരുടെ വായിലൊന്നും ഇട്ടുകൊടുക്കാത്തവന്റെ നേരെ വിശുദ്ധ യുദ്ധം ഘോഷിക്കുകയും ചെയ്യുന്ന പ്രവാചകന്മാരെ കുറിച്ച്. കള്ളപ്രവാചകന്മാര് കാശ് കണ്ടമാനം കൊടുത്ത അവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന, പ്രത്യേക അന്തരീക്ഷം, പ്രൊജക്റ്റുകള്, വിടുതലുകള്. എത്ര നേരം അവരോട് ദൂത് പറയാന്നേ. ഇതൊന്നും കൊടുത്തില്ലെങ്കിൽ പേരും സ്ഥലവും ഒന്നും പറയുന്നില്ല, മോശമല്ലയോ. വലിയ ഒരാളെ പറ്റി ഞാനിവിടെ ഇരിക്കുമ്പോഴാണ് അവിടെ ഒരു ശുശ്രൂഷയ്ക്ക് വിളിച്ചു. ശുശ്രൂഷ കഴിഞ്ഞ് ഞാനും ഇരിക്കുക. അന്നേരം ഈ കോള് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ശിങ്കിടിയെ നിർത്തിയിട്ടുണ്ട് എടുക്കാൻ. പുള്ളിക്കെല്ലാം എടുക്കാൻ തിരക്കല്ലേ. അപ്പോൾ കോള് വന്നുകൊണ്ട് ചോദിച്ചു ആരാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കാസർഗോഡല്ലേ.
അപ്പോൾ അസിസ്റ്റന്റ് ഇരുന്ന് കാസർഗോഡുകാരന് വേണ്ടി പ്രാർത്ഥിക്കാത്ത ആവേശമായി കാസർഗോഡ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു കോള് വന്നപ്പോൾ ചേച്ചി കാനഡ. അപ്പൊ കാനഡയെല്ലാം പുള്ളിക്കും കാസർഗോഡല്ല. എല്ലാം മനസ്സിലാകുന്നുണ്ടോ? കാസർഗോഡിൽ നിന്നൊന്നും കിട്ടാൻ ഇല്ല, കാനഡയെന്നാന്നേ. പല്ലിന് വല്ലതും കടിക്കാൻ കൊടുത്താൽ സമാധാനം, വായിക്ക് അടിക്കാൻ കൊടുത്തില്ലെങ്കിൽ അവനോട് വിശുദ്ധ യുദ്ധം ഘോഷിക്കും. ഇതാ പാപം. ഒന്നും ഞാൻ വിവരിക്കുന്നില്ല. പിന്നെ 9-ാം വാക്യം വായിച്ചേ, 3:9. ന്യായം വെറുക്കുകയും ചൊവ്വുള്ളതൊക്കെയും വളച്ചുകളയും ചൊവ്വുള്ളതെല്ലാം വളയ്ക്കുക, എല്ലാം കുത്തിത്തിരിപ്പുണ്ടാക്കുക. സഭയ്ക്കകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ചെന്നിട്ട് ഓർപ്പിട വെച്ച് കൊടുക്കും. ബേവുകുട്ടി ഇത് പറഞ്ഞോണം, ഞാൻ മിണ്ടത്തില്ല. ചിലപ്പോൾ ഞാനന്ന് സഭായത്തിനും കണ്ടെന്ന് ബേവുകുട്ടിയെ പിടിക്കുകയില്ല. പൂള് വച്ച നിന്നെ ദൈവം വെറുതെ വിടുകയില്ല. അമ്മാമ ഇത് പറഞ്ഞാൽ മതി, ഞങ്ങളാരും മിണ്ടത്തില്ല, പക്ഷെ ഞങ്ങളെല്ലാം പിന്നിൽ ഉണ്ട്, സൂക്ഷം നിന്നെ പിടിക്കും. എടുത്തയാളിനെയും പിടിക്കും, മറച്ചു വെച്ചവനെ പിടിക്കും, പാര വെച്ചവനെ ഉള്ള ഹൈദരാബാദിൽ നിന്ന് വരാ പിടിക്കുന്നത്. സകല എണ്ണത്തിനെയും പൊക്കും. അപ്പോൾ ഇത് ചൊവ്വുള്ളതിനെ വളച്ചു കളയുക, അവനെയും കൂടെ വഴി തെറ്റിക്കുക. അതുകൊണ്ട് ദൈവം പറയാ, ഞാൻ വിരോധമായി വന്നിരിക്കുന്നു, ഞാൻ ശിക്ഷിക്കാതെ വിടത്തില്ല. എല്ലാ ഭാഗവും എടുക്കുന്നില്ല. 11-ാം വാക്യം വായിച്ചേ. അതിലെ തലവന്മാർ സമ്മാനം വാങ്ങി ന്യായം വിധിക്കുന്നു. സമ്മാനം വാങ്ങുക, കാശുമൊക്കെ ഇഷ്ടം പോലെ കൊടുത്താൽ അത് വലിയ സന്തോഷമാണ്. സമ്മാനം വാങ്ങി ന്യായം വിധിക്കുന്നു. ആ കാശ് കൊടുത്താൽ പിന്നെ എന്തുവാ നടക്കാത്തെ? ഈയിടെ ഒരു വിധി വന്നപ്പോ കുറച്ച് പേര് പറഞ്ഞു അത് പൈസ കൊടുത്തിട്ടുണ്ടെന്ന്, അതുകൊണ്ടാണ് ഇങ്ങനെ വിധി വന്നെന്ന്. അയച്ചതല്ലേ? ഇല്ലേ? അയച്ചതാ. കാശിന്റെ പഴമക്കാര് പറയുമല്ലോ, ഒരു പഴഞ്ചൊല്ല്, പണത്തിന് മീതെ സമ്മാനം വാങ്ങിയാ ഇപ്പം വിധിക്കും. ഒന്നുകൂടെ വായിച്ചാ മോളെ. അതിലെ തലവന്മാര് സമ്മാനം വാങ്ങി ന്യായം വിധിക്കുന്നു. സമ്മാനം വാങ്ങിയാ ന്യായം വിധിക്കുന്നത്. ഇടവഴി കൂടെ കൊണ്ട് കൊടുക്കല്ലേ, പുറകിലത്തെ വാതിലും കൂടെ കൊടുക്കുമെന്ന്. അവൻ ന്യായത്തെ മറിച്ച് കളയുക, ഇത് മേടിച്ചു വിധിക്കുക. പിന്നെ അതിലെ പുരോഹിതന്മാർ കൂലി വാങ്ങി ഉപദേശിക്കുന്നു. അവരും അത്ര പുറകോട്ടല്ല. തലവന്മാരും കൊള്ളാം, പുരോഹിതനും കൊള്ളാം. അടുത്തത് അതിലെ പ്രവാചകന്മാര് പണം വാങ്ങി ലക്ഷണം പറയുന്നു. പ്രവചിക്കുന്ന നല്ല, പിന്നെന്തുവാ? ശ്രദ്ധിക്കണം. പണം വാങ്ങി ലക്ഷണം പറയും. ഒത്തിരി പ്രവാചകന്മാർ ഇറങ്ങിയിട്ടുണ്ട് ലക്ഷണം പറയുന്നവര്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. തെക്ക് വശത്തൊരു പുളിയുണ്ടോ? ഉടനെ പ്രാർത്ഥിക്കുന്നത്, പുളിയാണോ എന്നറിയത്തില്ല, 2 പാസ്റ്റർ. വടക്ക് വശത്ത് ഒരു ചെന്തങ്ങ് നിപ്പുണ്ടോ? പക്ഷെ പണ്ടത് ചെന്തങ്കാരൻ ഇപ്പൊ പച്ചയാ. ഇവനെല്ലാം ലക്ഷണം പറഞ്ഞ് നടക്കുക. ഞാനിപ്പോൾ നിങ്ങളുടെ വീടിന്റെ അവിടോട്ട് വരികയാണ്. യോ, ഇവന് വട്ടാ. ഞാൻ വരട്ടെ. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ വീടിനകത്ത് കയറി ഉടനെ സകല എണ്ണത്തിനും മട്ടാണേ. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അലമാരി തുറക്കാൻ നിന്നെ പോലീസ് പിടിച്ചോണ്ട് പോകും. വല്ലവന്റെ വീട്ടിൽ കയറി. ഇതാണോ പ്രവചനം? എടാ, ഇത് ലക്ഷണം പറയുക. കൈനോട്ടക്കാരൻ, അഞ്ജനക്കാരൻ, ലക്ഷണക്കാരൻ, മുഹൂർത്തം നോക്കുന്നവൻ, വിചാരം ചെയ്യുന്നവൻ, ഇവനെ എന്നാ ചെയ്യണമെന്ന് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ദൈവം പറയുന്നത് അങ്ങനൊന്നുമല്ല. ദൈവം കൃത്യം പറയും. ഗിദിയോനോട് പറയും, നിന്റെ അപ്പന്റെ കാള, ഇത്രാമത്തെ കാള, ഇത്ര വയസ്സ്, ഇങ്ങനെ ദൈവം പറയുന്നേ. അല്ലാതെ മകനെ ചില കാളകളെ കാണുന്നു. നിങ്ങളുടെ വീട്ടിൽ കാളയുണ്ടോ? അങ്ങനെയാണോ പ്രവചിക്കുന്നത്?
പോട്ടെ, എൻ്റെ വിഷയമല്ലല്ലോ. സമ്മാനം വാങ്ങി തലവന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും ജനത്തെ തെറ്റിച്ച് കളയുന്നു. അതുകൊണ്ട് ദൈവം പറയുകയാ, ഞാൻ വിരോധമായി വന്നിരിക്കുന്നു, ഞാൻ ന്യായം വിധിക്കും. ശക്തമായി ദൈവം ദൂത് പറഞ്ഞു. എല്ലാ ഭാഗവും എടുക്കുന്നില്ല. ന്യായവതിയുടെ ദൂതൊക്കെ പറഞ്ഞു. പിന്നെ 4ഉം 5ഉം അധ്യായമൊക്കെ ഇവരെ ആശ്വസിപ്പിച്ച് പറയുക, നിങ്ങൾ നിരാശപ്പെടേണ്ട, അനുദപിച്ചും മനം തിരിഞ്ഞും മടങ്ങി വന്നാൽ അവൻ നിങ്ങൾക്ക് ഞാനൊരു രാജാവിനെ തരാം. ഇവിടുത്തെ തലവന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും അവൻ അന്യായത്തിന് കൂട്ടുനിന്ന് സമ്മാനം വാങ്ങി, പണം വാങ്ങി, അവൻ പലിശ കൂട്ടി, വീട് വാങ്ങി, വയല് വാങ്ങി, ജനത്തെ തെറ്റിച്ചു, പല്ലിന് കടിപ്പാൻ കൊടുത്താൽ അവൻ സമാധാനം ഘോഷിച്ചു. കൊടുത്തില്ലെങ്കിൽ വിശുദ്ധ യുദ്ധം പ്രഖ്യാപിച്ച് ഇവിടെയുള്ളവരെല്ലാം അവൻ ചെരുപ്പ് കൂട്ടിന് ആൾക്കാരെ വിൽക്കുമ്പോൾ നിരാശപ്പെട്ടു പോകരുത്. നീതിയോടെ ജീവിച്ചാൽ, പരമാർത്ഥതയോടെ നിന്നാൽ ഞാൻ നിങ്ങൾക്കൊരു രാജാവിനെ തരും. ഒരു രാജാവ് വന്ന് ഭരിക്കും, ഒരു രാജ്യമുണ്ടാകും, ആ രാജ്യത്ത് സമാധാനമുണ്ടാകും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരുവൻ നമുക്ക് വേണ്ടി രക്ഷയ്ക്കായി വരും. ഈ കാണുന്നത് മുഴുവൻ അന്യായമല്ലേ? ഇല്ലേ? എവിടെ ന്യായമുള്ളത്? അപ്പനെ അമ്മയും കൊണ്ട് അനാഥശാലയിൽ വിടുക, അങ്ങനെയാണോ? ഇതാണ് ന്യായം. എടാ, ഈ തള്ള നിന്നെ 10 മാസം നൊന്ത് പ്രസവിച്ചതാ. ഒരു ദിവസമെങ്കിലും നീ മുലപ്പാല് കുടിച്ചവനാണെങ്കിൽ, ഒരു ദിവസമെങ്കിലും നീ പെറ്റതള്ളയുടെ മുലപ്പാല്, ഞാൻ വല്ലതും പറഞ്ഞു, ഞാൻ നീ ഊറി കുടിച്ചില്ലയോടാ കരുതേ. എന്നുവെച്ചാന്നോ പെറ്റതള്ളയെ കൊണ്ട് അനാഥശാലയിൽ ഇട്ടേക്കുന്നേ? എന്നുവെച്ചാൽ തമ്പേർ തല്ലിപ്പൊട്ടിക്കുക. ഒരു ദിവസം ആ പെറ്റതള്ളയുടെ മുലപ്പാല് കുടിച്ചെങ്കിൽ നന്ദി വേണ്ടേ? ചോദിക്കാം, ഫാസ്റ്റേ അനാഥശാലയുടെ നമ്പർ വല്ലതും ഉണ്ടോ? വാടാ, തരാം, ഇഞ്ഞു വാ. അപ്പനെയും അമ്മയും ബഹുമാനിക്കണ്ടേ? ഒരു കുഞ്ഞിനെ വയറ്റിൽ ചുമന്ന് അതിനെ നൊന്ത് പ്രസവിച്ച് പാലൂട്ടി വളർത്താൻ ഒരു അമ്മയ്ക്ക് എന്ത് കഷ്ടപ്പാടാ അല്ലേ? അമ്മമാരല്ലേ ഇരിക്കുന്നേ? എന്ന് പറ. എന്ത് പ്രായമാകുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് തള്ളുക. ബേബിക്കുട്ടി കൊണ്ടുപോട്ടെ, എന്നാൽ ബേബിക്കുട്ടിയുടെ പെമ്പള ഇവിടെങ്ങാനും കയറ്റി എൻ്റെ തനി നിറം, പിന്നെ അവളെ നൈറ്റിയെല്ലാം എടുത്ത് കുത്തി നിൽക്കുക. ബേബിക്കുട്ടിയുടേത്. നിങ്ങൾ ചിരിക്കാനെന്നുമ്പോൾ ഞാൻ ഹൃദയവേദനയോടാ പറയുന്നത്. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം, അതുകൊണ്ട് ഹൃദയം പൊടിഞ്ഞാ പറയുന്നത്. കൈയടിച്ചിട്ടോ പാടിയിട്ടൊന്നും കാര്യമൊന്നുമില്ല, റാലി നടത്തിയിട്ടൊന്നും കാര്യമില്ല. മനസ്സിലായോ? പുതുക്കരി കിടക്കുന്ന തുണിയെല്ലാം കൂടെ മേടിച്ചു ആകെ ചുറ്റിയേച്ച്. ദൈവത്തിന് മഹത്വം. ചെയ്യേണ്ട കാര്യം ചെയ്യണം. നീതിയുണ്ട്, ന്യായമുണ്ട്. സ്വന്തം സഹോദരൻ അപ്പുറം മിണ്ടുകയല്ല, അടുത്ത് താമസിക്കുക. പിന്നെ പെമ്പള പറഞ്ഞു കൊടുത്ത് ഒരു 8 ഇഷ്ടിയും കൂടെ പൊക്കിയേക്കണം. അതിനാ എത്തിക്കുത്തിയാൽ പോലും കാണരുത്. എങ്ങോട്ട് പോകാൻ പോവാ? അങ്ങ് പോവാ. എവിടെ? ഈ ന്യായത്തെ ഇഷ്ടപ്പെടുന്നില്ല, അന്യായത്തിന് കൂട്ടു നിൽക്കുക. ഈ ലോകം അതാ. നീതിയോട് ന്യായത്തോട് ഇടപെടുന്നില്ല. പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നുണ്ടോ? ഉണ്ടോ? പണ്ടൊക്കെ പ്രായമുള്ളവർ നടന്നു വന്നാൽ എഴുന്നേക്കും, ഇല്ലേ? ഇപ്പൊ കാലം വെച്ചിട്ട് തലവല്ലി വരെ അയാൾ പിന്നെ ഓടി കണ്ടമടി ഓടുക. പുള്ളി പറഞ്ഞു ഞാൻ കരിപ്പടയ്ക്ക് ആടുക എന്ന്. പണ്ടൊക്കെ വഴിയെ ഒരു പുരുഷൻ നടന്നു പോയാലും സ്ത്രീകൾ വാതൊക്കെ ഇരിക്കത്തില്ല, അഥവാ ഇരുന്നാലും എഴുന്നേക്കും. ഞങ്ങളുടെ വല്യമ്മച്ചയൊക്കെ പറഞ്ഞു കേട്ടുണ്ട്. ഞങ്ങൾക്ക് മതിലും ഒന്നുമില്ല, എന്നൊക്കെ വേലിയ കുട്ടനാട്ടിലേ കാവാലം. അന്നേരം വഴിയുണ്ട്, വാതൊക്കെ കൂടെ വഴി, ചെറിയ വഴിയാണ്. അപ്പം അമ്മച്ചി പറഞ്ഞു, ആരാണ്ട് ആണുങ്ങൾ എഴുന്നേക്കാൻ പറയും. അന്ന് ഇന്ന് ആണുങ്ങൾ പറയാം, അതിലേ പോകരുത്, 2 പെണ്ണുങ്ങളവിടെ ഉണ്ട് എൻ്റെ പൊന്നിച്ചോ. ജോഡി പെണ്ണുങ്ങൾ ആണ്ട് ചുമ്മാ ഒരു തൻ്റെ ഫോട്ടോ എടുത്ത് അവൻ ആണ്ട് ചത്ത് ഇല്ലേ? ഒന്നും അറിഞ്ഞില്ലേ? സത്യം പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പോലും വരുന്ന ഇപ്പം പേടിയാ. അവിടെ ഇരുന്നാൽ മതി, സ്തോത്രം, അത്ര മതി. എന്തോ ആയിട്ടായി വരുന്നെന്ന് ആരറിഞ്ഞ്? ഒരെണ്ണത്തിനെ വിശ്വസിക്കാനൊക്കത്തില്ല.
പിഴച്ച ഉടനെ തിരിയുക. അതുകൊണ്ട് തന്നെ പരമാർത്ഥികൾക്കും പ്രശ്നമാണ്, മാന്യ സ്ത്രീകൾക്കും അന്തസ്സുള്ളവർക്കും ആഭിജാത്യമുള്ളവർക്കും വിനയത്തോടെ ജീവിക്കുന്നവർക്കും വിശുദ്ധിയോടെ ജീവിക്കുന്നവർക്കൂടെ പ്രശ്നമല്ലേ ഈ വയ്യാവേലിയെല്ലാം ഉള്ളത് കൊണ്ട്. ന്യായത്തെ ദ്വേഷിക്കുക, ന്യായം വേണ്ട, അന്യായത്തിന് കൂട്ടു നിൽക്കുക, ദൈവത്തിന് മഹത്വം. ആട്ടെ, ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അങ്ങ് ഒത്തിരി പറയാനുമുണ്ട്, ഞാൻ നിന്ന് പറയുകയും ചെയ്യും. നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇരുന്ന് കേൾക്കും. എന്നാലും അതിനൊക്കെ ഒരു നമുക്ക് സമയം എന്തോ എപ്പോഴാണ് നിർത്തുക, അച്ഛാ എപ്പോഴാണ് നിർത്തേണ്ടത്, വാച്ചിഞ്ഞതാ ഇപ്പം എന്തോ ഈ സമയം 9 കാലമായോ? എനിക്കെപ്പോഴാണ് സമയം തന്നെ? ഇത്ര പെട്ടെന്ന്? ദൈവത്തിന് മഹത്വം. അപ്പോൾ പുരോഹിതന്മാരും പ്രവാചകന്മാരും ജനപ്രതിനിധികളും അല്ല തലവന്മാർ, ജനപ്രതിനിധികൾ എല്ലാവരും ഒന്നും നല്ലതല്ല. ജനപ്രതിനിധികളും വോട്ട് പിടിക്കാനായിട്ട് വരുമല്ലോ ഓരോരുത്തര്, എല്ലാവരുടെയും കാര്യമല്ല. ഞാൻ കണ്ടോണ്ട് നിൽക്കുക, വോട്ട് പിടിക്കാൻ വന്നപ്പോൾ ആ വീട്ടിലെ ഒരു കൊച്ചു നിൽക്കുന്നു, മൂക്കട്ട് ചൊലിപ്പിച്ച് ഉടനെ അതിനെ എടുത്ത് ഒക്കത്ത് വെച്ചു. എന്നാ നോക്കിയപ്പോൾ ആ വീട്ടിൽ നിന്ന് 5 വോട്ടുണ്ട്, അതിനാ കൊച്ചിന്റെ മൂക്കള. ഇത് വല്ല ആത്മാർത്ഥത കൊണ്ട് ചെയ്യുന്നതാണോ? ആണോ? ഒന്നുമല്ല, ഇതൊന്നും ആത്മാർത്ഥതയല്ല. ഏതോ തള്ളായിരുന്നു പറഞ്ഞു, ഇങ്ങോട്ട് നോക്ക്, ഞാൻ നല്ല കാര്യമല്ലേ പറഞ്ഞു. ഓ, അതുങ്ങൾ രണ്ടുപേരെ ഈ പറഞ്ഞു. അമ്മ ഇങ്ങോട്ട് നോക്കമ്മേ. ഓ, എന്നെ രണ്ടുപേരും പറയുന്നത്. അയ്യോ, അന്യായത്തിന് കൂട്ടു നിൽക്കുക. അപ്പോൾ നീതിക്ക് നിരക്കാത്തത്, ന്യായത്തിന് നിരക്കാത്തത് ജനപ്രതിനിധികള്, തലവന്മാര്, പുരോഹിതന്മാർ, പ്രവാചകന്മാർ, ഇവരെല്ലാം ഈ വിധത്തിൽ പോകുമ്പോൾ ദൈവം പറയുകയാ, ഞാൻ ശിക്ഷിക്കും, വെറുതെ വിടത്തില്ല, ഞാൻ വിരോധമായി വന്നിരിക്കുന്നു. പക്ഷേ ജീവിക്കുന്ന ആരാധിക്കുന്ന ദൈവമക്കളോട് പറയാ, പക്ഷെ നിങ്ങളെ ഞാൻ ജനിക്കരുത്, നിങ്ങൾക്ക് ഞാനൊരു രാജാവിനെ തരും, നിങ്ങളെ ഭരിക്കാൻ, നിങ്ങളെ നിയന്ത്രിക്കാൻ, നിങ്ങളെ രക്ഷിക്കാൻ ഒരുവനെ ഞാൻ ഇങ്ങോട്ട് അയക്കും. ആ വരുന്ന വ്യക്തി ജനിക്കുന്ന സ്ഥലമാ മീക പ്രവചിച്ചിരിക്കുന്നത് 5:2. നീയോ യഹൂദയിലെ ബത്ലഹേം എഫ്രാത്തെ, യഹൂദ സഹസ്രങ്ങളിൽ നീ ചെറുതായിട്ടിരുന്നാൽ ആമേൻ ഇസ്രായേലിന്റെ ദൈവജനത്തെ രക്ഷിപ്പാനുള്ളവൻ. ഒന്നുകൂടെ വായിച്ചേ മോളെ വാക്യം. നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും എന്ന് പറഞ്ഞാൽ നിങ്ങളെ രക്ഷിക്കുവാൻ രാജാവിനെ ഞാൻ അയക്കാൻ പോകുകയാ. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും എന്ന് പറഞ്ഞ അടുത്ത കാലത്ത് മുളച്ചു കിളിച്ച് പൊങ്ങി വന്ന പുത്തൻ ദൈവമല്ല ക്രിസ്തു. അവിടുന്ന് അനാദിയായും ശാശ്വതമായും ദൈവമാ. സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ, കർത്താവ് ദൈവം. സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് പറയാം, ഹൈന്ദവ പുരാണമൊക്കെ പഠിപ്പിക്കുന്നത് ഈ 14 ലോകമുണ്ടെന്ന്. അതലോ മിതലോ നിതലോ സുതലോ അതൊക്കെ അറിവുള്ളവർക്ക് അറിയാം. എത്രയും ആയിക്കൊണ്ട് നമ്മളിനി അത് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാകട്ടെ, എത്രയും ഉണ്ടെങ്കിലും കൊള്ള. സകല ലോകങ്ങൾക്കും അധികാരണം ഇവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ദേവവൃന്ദ വന്ദിതപദാംബുജൻ, സകല നിഷ്കലത്തെ പേറും പെരിയവൻ, ആഗമാകാരന്മാരിലാണവൻ മോദത്തും സർവാഗമ പൊരുളാഗമി പരാശക്തിക്ക് ഏലൊന്നോരപ്രിയമാമോദികത മൂലവസ്തുവാ നാഥൻ ഉപദേശിച്ചതല്ലോ. ഇലോകിച്ചതായി യൂമിലോകി അടോണായി വിലോപമെന്നേയാകുന്നല്ല മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമം. സർവജ്ഞനായ ദൈവം, ഏകദൈവം, നിത്യദൈവം. പണ്ട് ഞാൻ അമ്പലത്തിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ നാമം ജപിക്കുമായിരുന്നു. വരികളെല്ലാം അങ്ങ് മറന്നുപോയി. ഇപ്പോൾ ഇത്രയും 10-35 കൊല്ലം കഴിഞ്ഞില്ലയോ, മറന്നുപോയി. എന്നാലും തെറ്റുകാണെ ഹൈന്ദവരായ പ്രിയപ്പെട്ടവർ ക്ഷമിക്കണം. ഒരു വരിയുണ്ട്, ഒന്നായ നിന്നെ ഇക രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായൊരു ഇണ്ടൽ വെതം ഉണ്ടാവതല്ല മമ, പണ്ടേ കണക്കു വരുവാൻ നിൻ കൃപാബലികൾ ഉണ്ടാക എങ്കലിക നാരായണായ നമാന്ന് പണ്ട് ഞാൻ ചൊല്ലിയിട്ടുണ്ട്. ഇപ്പോഴും അറിയാം. ആനന്ദജിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിഹ. ആട്ടെ, അധികം വിവരിക്കുന്നില്ല. അപ്പോൾ നിങ്ങളെ രക്ഷിക്കുവാൻ, നിങ്ങളെ വിടിവിക്കുവാൻ ഒരുവനെ ഞാൻ ഇങ്ങോട്ട് അയക്കും. അവിടുത്തെ ഉത്ഭവം അടുത്ത കാലത്ത് മുളച്ചു കിളിച്ചു വന്ന ദൈവമല്ല, പണ്ടേ ഉള്ളതാ.
അതല്ലേ 90-ാം സങ്കീർത്തനം മനപാഠമല്ലേ? കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായിരുന്നില്ല, നീ ഭൂമിയായോ ഭൂമണ്ഡലത്തെ നിർമ്മിച്ചതിന് മുൻപ് നീ അനാദിയായി ശാശ്വതമായി ഞങ്ങളുടെ ദൈവമാണ്. അപ്പോൾ ദൈവത്തെ ഇങ്ങോട്ട് തരിക, നിങ്ങൾക്ക് തരിക. എന്തിനാ? ഇവിടെ അന്യായമാ, ഇവിടെ നീതിക്ക് നിരക്കാത്തതാ, ഇവിടെ പണം വാങ്ങി കൂലി വാങ്ങി ലക്ഷണം പറയുന്ന കാലമാ. ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു വിടുതൽ ആവശ്യമാ. ആ വിടുതൽ തരുവാൻ ഞാൻ ഒരുവനെ അങ്ങോട്ട് അയക്കാൻ പോകുകയാ. ആ വരാൻ പോകുന്നവൻ ജനിക്കുന്ന സ്ഥലമാണ് ബേത്ലഹേം എഫ്രാത്ത്. എന്തുകൊണ്ടാണ് യേശു ബേത്ലഹേമിലെ എഫ്രാത്ത് ജനിക്കാൻ കാര്യം? ഇനി കമ്പിവാചകം പോലെ പറഞ്ഞ് മുമ്പോട്ടങ്ങ് പോകാം. ബേത്ലഹേമിലെ എഫ്രാത്തിൽ ജനിക്കാൻ ഞങ്ങളുടെ സഭയിൽ ഇന്നലെ വന്ന പാസ്റ്റർ പറഞ്ഞു കമ്പിവാചകം എന്ന് പറയരുതെന്ന. കാരണം ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇത് അറിയത്തില്ല. ഇപ്പം പറയേണ്ടത് വാട്സപ്പ് മെസ്സേജ്. അന്നേരം ഷിബു പാസ്റ്റർ എഴുന്നേറ്റ് പറയുകയും ചെയ്തു. ഇമെയിൽ എനിക്കത് അറിയത്തുമില്ല. അതുകൊണ്ട് ഞാൻ കമ്പിവാചകം എന്നങ്ങ് പറയുക. അപ്പോൾ ശ്രദ്ധിക്കുക, യേശുക്രിസ്തു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ചു. എന്തിനാ യഹൂദയിലെ ബേത്ലഹേമിൽ ജനിക്കാൻ കാരണം? 1-2 കാര്യം പറയാ. ക്രിസ്തുവിന്റെ തിരുപ്പിറവി, തിരുജനനം, അവിടുത്തെ അവതാരം, എല്ലാ അവതാരം പോലല്ല യേശു. നമുക്കറിയാം ഹൈന്ദവ പുരാണത്തിൽ 10 അവതാരമുണ്ട്. മത്സ്യക്കൂർമ്മ, വരാഹസ്യ, നരസിംഹസ്യ, വാമന, രാമോരാമനാമച്ച കൃഷ്ണകൽക്ക് ജനാർദ്ദന മഹാവിഷ്ണുവിന്റെ 10 അവതാരമാ. അത് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി അവതരിച്ചതാ. എന്നാൽ ഇതെല്ലാം വ്യത്യസ്തമായ യേശുക്രിസ്തുവിന്റെ അവതാരം. എന്താ കർത്താവ് അവിടെ അവതരിക്കാൻ കാര്യം? ഈ യഹൂദയിലെ ബേത്ലഹേമിൽ ക്രിസ്തു ജനിക്കാൻ കാരണം. 1 വായിച്ച് ചടിയടാന്ന് വായിക്കണം. അവിടെ തന്നെ വന്ന് അവതരിക്കാൻ ജനിക്കാൻ കാരണം എന്നാ? വായിച്ച് ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിന്റെ 16 മുതൽ എന്ന് വായിച്ച്. അറിവുള്ള വാക്യമാ, വായിച്ചോ പെട്ടെന്ന്. ആയിരേ ബേഥേലിൽ നിന്ന് യാത്ര പുറപ്പെട്ട് എഫ്രാത്തയിലെത്തുവാൻ അല്പ ദൂരം ഉള്ളപ്പോൾ റാഹേൽ പ്രസവിച്ചു. പിന്നെ പ്രസവിക്കുമ്പോൾ അവൾക്ക് കഠിനവേദന ഉണ്ടായി. പിന്നെ അങ്ങനെ പ്രസവത്തിൽ അവൾക്ക് കഠിനവേദനയായിരിക്കുമ്പോൾ സൂതികർമ്മിണി അവളോട് ഭയപ്പെടേണ്ട, ഇതൊരു മകനായിരിക്കും. ഭയപ്പെടേണ്ട റേച്ചലെ, ഇതൊരു മകനായിരിക്കും. പിന്നെ എന്നാൽ അവൾ മരിച്ചുപോയി. എന്നാൽ റേച്ചലെ മാമ മരിച്ചുപോയി. പിന്നെ ജീവൻ പോകുന്ന സമയം അവൾ അവനെ ബെനോനി എന്ന് പേരിട്ടു. അടുത്ത വാക്യം, അവന്റെ അപ്പനും അവന് ബെന്യാമീൻ എന്ന് പേരിട്ടു. അടുത്തത് റാഹേൽ മരിച്ചിട്ട് അവളെ ബേത്ലഹേം എന്ന എഫ്രാത്ത് റാഹേൽ മരിച്ചിട്ടവട്ടെ അവളെ ബേത്ലഹേം എന്ന എഫ്രാത്തിന് പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു. വഴിയിൽ ബേത്ലഹേം എന്ന എഫ്രാത്തിന് പോകുന്ന. അപ്പോൾ റാഹേലിനെ അടക്കിയ സ്ഥലമാണ് ഈ ബേത്ലഹേം. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ സ്ഥലത്തിന്റെ 1-2 കുഴപ്പടി കഠിനവേദന നടന്ന സ്ഥലമാണ്. ഒരു വേദനയുടെ പുത്രൻ പിറന്ന സ്ഥലമാണ്. അതിലെല്ലാ ഭാഗവും ഞാൻ എടുക്കുന്നില്ല. ബനോനി എന്ന് പറഞ്ഞാൽ കണ്ണുനീരിന്റെ വേദനയുടെ പുത്രൻ പിറന്ന സ്ഥലമാണ് ഈ യഹൂദയിലെ ബേത്ലഹേം. ആ സ്ഥലത്താ യേശു ജനിച്ചത്. അതെന്തിനാന്ന് ചോദിച്ചാൽ നിന്റെ വേദന മാറ്റാൻ, നിന്റെ കണ്ണുനീര് മാറ്റാനാ യേശു ഭൂജാതനായത്. ഇന്ന് രാത്രി കണ്ണുനീരോടെ, വേദനയോടെ, മനോദുഃഖത്തോടെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, സ്നേഹിത, സുഹൃത്ത്, പിതാവേ, മാതാവേ, യേശു ക്രിസ്തു ജനിച്ചതൊരു വിഭാഗത്തിനോ മതത്തിനോ സംഘടനയ്ക്കോ ചിലർ വർഗത്തിനോ മാത്രമല്ല. ഈ ലോകത്തിൽ ആരൊക്കെ വേദനയോട്, കണ്ണുനീരോട്, കഠിനവേദനയോടെ നിലവിളിക്കുന്നു, നിന്റെ കഠിനവേദന മാറ്റുവാൻ, നിലവിളി മാറ്റുവാനാ യേശു ഇവിടെ ജനിച്ചത്. തിങ്ങിമിങ്ങുന്ന വേദനയുമായിട്ട് ഇന്ന് രാത്രി ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, നിന്റെ വേദനകൾക്ക് പരിഹാരം വരുത്താനാ യേശു ജനിച്ചത്. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കുക. മറ്റൊരുത്തനും രക്ഷയില്ല. യേശു ക്രിസ്തു ഏകരക്ഷകനാ. 5 പൈസ കൊടുക്കണ്ട, അരക്കാശ് കൊടുക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട. ഇരിക്കുന്ന ഇടത്ത്, കേൾക്കുന്ന ഇടത്തിരുന്ന് ഒറ്റ വാക്ക് പ്രാർത്ഥിക്കുക, എൻ്റെ യേശുവേ, എൻ്റെ ദൈവമേ, എന്നെ രക്ഷിക്കണം. ഞാൻ മനോവേദനയോടിരിക്കുന്ന വ്യക്തിയാ. കണ്ണുനീര് കൊണ്ട് ഞാൻ എൻ്റെ കിടക്ക നനയ്ക്കുന്ന വ്യക്തിയാ. ഞാൻ മനോദുഃഖമുള്ള ഒരു സ്ത്രീയാ, ഒരു പുരുഷനാ, ഒരു വ്യക്തിയാ. ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണമെന്ന് ആമേൻ ആത്മാർത്ഥമായി ദൈവത്തോട് നിലവിളിച്ച ഇന്ന് രാത്രിയിൽ നിന്നെ രക്ഷിക്കുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്. ചരിത്രത്തിലൊക്കെ ഇറങ്ങി പ്രസംഗിക്കേണ്ടതാ. ഈ കണ്ണുനീരും ഈ ദുഃഖമൊക്കെ വരാൻ കാര്യം അമ്മാമ്മ ഇച്ചിരി ഇടം കേടായിരുന്നു. അത് അമ്മാമ്മ ഈ അടിച്ചു മാറ്റാൻ മിടുക്കിയായിരുന്നു. അപ്പച്ചൻ്റെ വീട് ഇങ്ങോട്ട് വിട്ടു വന്നപ്പം ഒരു ചെറിയ ഗൃഹബിംബം അവിടെ നിന്ന് മോട്ടിച്ചോണ്ടിഞ്ഞ് പോകുന്നു. അപ്പൊ അതാന്നല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ബിംബം മോട്ടിച്ചെന്ന്, ഓ
വേറെ പുസ്തകത്തിൽ എഴുതിയതാ ഇല്ലേ? ഉണ്ട്. പിന്നെ ഗൃഹബിംബം. അപ്പൊ അന്ന് മുതലേ ഈ കക്ഷികളുണ്ട്, അടിച്ചു മാറ്റി. അപ്പോൾ ഗൃഹബിംബം നല്ല കലാപരമായിട്ടാ ഇത്. മോഷണം ഒരു കലയാ കേട്ടോ, നമ്മളെ കൊണ്ടൊക്കത്തില്ല. നമ്മളപ്പുറത്ത് എൻ്റെ എന്തെങ്കിലും ഒരു തേങ്ങ എടുത്താൽ തന്നെ അതറിയും. തേങ്ങ പിന്നെ ചെല്ലുവിനെ വഴി കിടക്കുന്ന തേങ്ങ ഇങ്ങനെ തട്ടിക്കളിച്ച് കൊണ്ടുവരും വീട് വരെ. കുനിഞ്ഞെടുക്കുമ്പോഴല്ലേ ആൾക്കാർ കാണുന്നത്. പഴയ ഫുട്ബോൾ അടിച്ച് നമ്മുടെ ചില കലയുണ്ട്. മോഷണം കലയാക്കിയ ആൾക്കാരുണ്ട്. പേരൊന്നും പറയുന്നില്ല. പേര് പറഞ്ഞാൽ ലൈവല്ലേ. പേര് ഒരാള് പേരറിയാൻ മേലായിട്ടല്ല, പേര് പറയുന്നില്ല. ഞാനൊരു പേരിടുക, അപ്പം ഒരു ആരും വലിയ മോഷ്ടാവാം, പേര് പറഞ്ഞാൽ അറിയാം. അതിലൊക്കെ മോഷ്ടിക്കാനായിട്ട് ഒരു വലിയ ഒരു വീടിൻ്റെ കൊടിയുടെ കുരുമുളക് കൊടിയുടെ കീഴിൽ പോയി പമ്മിയിരിക്കുക. ഊണറക്കം കഴിയുമ്പോൾ അങ്ങോട്ട് കയറി മോട്ടിക്കാനാണ്. അപ്പോൾ ഇയാൾ ഈ കൊടിയുടെ കീഴിൽ പമ്മിയിരുന്നപ്പോൾ ഭാര്യയും ഭർത്താവും അകത്ത് സംസാരിക്കുന്നു. ഭർത്താവ് പറഞ്ഞു, ഞാൻ ഇന്ന് രാത്രി തൂങ്ങിച്ചാകും. പിന്നെ ഭാര്യ പറഞ്ഞു, ചാകരുത്, ദൈവം വഴി തുറക്കും. ഇല്ലടി, നാളെ ഞാൻ മാന്യന്മാരുടെ മുഖത്തെങ്ങനെ നോക്കും? ജീവിച്ചിട്ട് കാര്യമില്ല. അപ്പം എന്നാ മകളുടെ കല്യാണം നാളെ, അന്നത്തെ കാലമൊക്കെ സ്ത്രീധനം കൊടുക്കും, ഇന്നത് കുറ്റമാണ്. പറഞ്ഞ തുക ഒത്തില്ല, കൊടുക്കാന്ന് പറഞ്ഞ ആൾ കൊടുത്തില്ല. മോട്ടർ നിർത്താൻ പറ, വെള്ളം വീഴുന്നു. അങ്ങോട്ടിട്ട് ചൂടം കണ്ടു വന്നിരിക്കുക. അങ്ങനെ എപ്പോഴും പോകുന്നോ? ആയിക്കോട്ടെ. അപ്പൊ ശ്രദ്ധിച്ചേ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, രണ്ടുപേരോടും പൈസ കൊടുക്കാനില്ല. നാളെ മാന്യന്മാര് വരുമ്പോ മുഖത്ത് നോക്കി പുള്ളിക്ക് അപമാനം സഹിക്കാൻ വയ്യ, തൂങ്ങിച്ചാകും. അപ്പൊ ഭാര്യ പറഞ്ഞു, ചാകരുത്, ദൈവം വഴി തുറക്കും. ഇത് ഈ കള്ളൻ ഈ കൊടിയുടെ കീഴിൽ നിന്ന് കേട്ടു. ഈ കള്ളന്മാർ നല്ല ആൾക്കാരുണ്ട്. ഉടനെ അദ്ദേഹത്തിന്റെ ഹൃദയത്തൊരു തീരുമാനം, ഈ വീട്ടിൽ കയറി മോട്ടിക്കുകയല്ല. അത് മാത്രമാണോ, പുള്ളി അന്നേരം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി വേറൊരു ധനാഢ്യന്റെ വീട്ടിൽ ചെന്നു. പേരുമൊക്കെ എനിക്കറിയാം, ആൾക്കാരെ അറിയാം, പേര് ലൈവ് ആയതുകൊണ്ടാണ് പറയാത്തത്. കടകെ ചെന്ന് മുട്ടി. മുതലാളി കനകു തുറന്നാണ് കത്ത് കാണിച്ചു വെച്ച് പറഞ്ഞു, 50,000 രൂപ ഇപ്പൊ തരണമെന്ന് പറഞ്ഞു. ഉടനെ മുതലാളി പറഞ്ഞു, 1 തന്നേക്കാന്ന്. കത്തിയായിട്ട് നിൽക്കുക, അവൻ കുത്തും. മുതലാളി പറഞ്ഞടാ 1 ലക്ഷം വേണ്ട 50 മതി എന്ന. എന്ത് മര്യാദക്കാരനാ. നമ്മളാന്ന് പറയാം, എന്നാ 2 എടുത്തോളാൻ പറയും. പണ്ട് ഞങ്ങളുടെ ഒരു വേവിച്ചനെ പട്ടി കടിച്ചപ്പോൾ ആശുപത്രി കൊണ്ടിട്ടു. ആശുപത്രി കൊണ്ടിട്ടുമ്പോൾ വേവിച്ചൻ നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ആളാ. എല്ലാവരും കാണാൻ ചെന്നവരെല്ലാം മുന്തിരിങ്ങായി ഓറഞ്ചും ഒക്കെ കൊണ്ട് കൊടുക്കുകയും കഴിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കൊടുക്കുകയും കാശുമൊക്കെ കൊടുത്തു. ചുരുക്കി പറഞ്ഞ ആ പട്ടികടിയെല്ലാം കഴിഞ്ഞ് പുറത്ത് വീട്ടിൽ വന്നപ്പോൾ 32,000 രൂപ ബാലൻസ്. പിന്നെ പുള്ളി പിറ്റേന്ന് ഞായറാഴ്ച പറയാം, ഒന്നുകൂടെ ഒന്ന് കടിച്ചാൽ കൊള്ളാന്ന്. എങ്ങനുണ്ട്? ഞാൻ പറഞ്ഞു, ഇനിയും കടിക്കുന്ന പേ പിടിച്ച പട്ടിയായിരിക്കും തന്നെ. അല്ലെങ്കിൽ നനയുന്നിടം കുടിക്കുന്ന ആൾക്കാരുണ്ടേ, ഉണ്ട്. അപ്പൊ ഇതേ മര്യാദക്കാരനാ. മുതലാളി പറഞ്ഞ് 1 ലക്ഷം തരാം, വേണ്ട 50 മതി. കാരണം അവർക്ക് 50 മതി. അവനാ മുതലാളിയുടെ 50,000 മേടിച്ച് വെളുക്കാറായപ്പോൾ വണ്ടിയൊന്നുമില്ല, നടന്ന് ആ കടക ചെന്ന് മുട്ടി. അവരിതൊന്നും അറിഞ്ഞില്ല, ഇവൻ കൊടിയുടെ കീഴിരുന്നതും പോയതുമൊന്നും. അവര് തീ തിന്നിരിക്കുക. നോക്കിയപ്പോ ഇവനെ എല്ലാവർക്കും അറിയാം. പറഞ്ഞോണ്ട് പേടിക്കണ്ട, ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞു. എടേ എന്നാടാ? പൈസ പിടിച്ചു വെച്ച് നാളെ കല്യാണം നടത്താൻ പറഞ്ഞു. എന്ത് നല്ല മര്യാദയുള്ളവനാ. നമ്മളായിരുന്നല്ലോ പ്രാർത്ഥിക്കാം അമ്മാമേ, ലക്ഷക്കണക്കിന് ബാങ്കിലുണ്ടെങ്കിലും നമ്മൾ പറയുന്നത് ദൈവം പ്രവർത്തിക്കും. നിന്റെ കുടച്ചില് ഈ റാഗേല് എത്ര കലാപരമായിട്ടാ. പണ്ട് നമ്മള് പേപ്പർ വായിച്ചല്ലോ, എന്തോ അവന്റെ പേര് തിരുവനന്തപുരത്ത് മോട്ട് ബെണ്ടിച്ചോവോ. എന്ത് കലാപരമായിട്ടാ. അതൊക്കെ ഒരു കലയാ. മോഷണം ഒരു കലയാ. അമ്മാമ എനിക്കൊന്ന് അമ്മാമയ്ക്ക് റേച്ചില് കലാതിലക പട്ടം മേടിച്ച ആളാ. അമ്മാമ അപ്പച്ചന്റെ ഗൃഹബിംബം അടിച്ചു മാറ്റി ഒട്ടക കോപ്പിനകത്തിട്ട്
ആ ഒട്ടകക്കോപ്പിനകത്ത് വിഗ്രഹമെല്ലാം കൂടെ സൂക്ഷിച്ച് അങ്ങനെ യാത്ര ചെയ്ത് വരികയാ. ഏതാ? യാക്കോബിന്റെ കൂടെ ബേഥേലിലോട്ട് പോവുക. അന്നേരം പാട് വർഷിപ്പ്, പ്രൈസ് ആൻഡ് വർഷിപ്പ് നടക്കുക. അമ്മാമ്മ പാടുക, മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്. റേച്ചൽ, ജീസസ്, ഹല്ലേലൂയ. അപ്പം ഇതൊന്ന് അടിക്കുക. ഏതാ? ഓ, നിങ്ങൾക്കൊന്നും അറിയാൻ മേൽ. ഒട്ടകക്കോപ്പിനകത്ത് ഗൃഹബിംബം കിടക്കുക. ഇവളും പ്രൈസ് ആൻഡ് വർഷിപ്പാ. മോക്ഷ, ജീസസ്. അന്നേരം ഇത് വന്ന് അടിക്കുക. ഒട്ടകക്കോപ്പിനകത്ത് ബിംബം വന്നൊരടി, ഏണിനൊരടി. ഉടനെ അടുത്ത് നിന്ന് സിസ്റ്റർ അതന്നെ, അത് വർഷിപ്പിന്റെ മെത്തേഡ് ഇങ്ങനെയാണ് എന്ന് ഞാനിപ്പോ പറയുന്നില്ല, ഞാനങ്ങ് അടങ്ങുക. ബിംബം വന്നടിക്കുക, ഏണ് നോക്കി. ചുരുക്കി പറഞ്ഞാൽ ലാബാൻ ഓടി വന്ന് പരിശോധിച്ച് പിടുത്തമൊന്നും കിട്ടിയില്ല. ജേക്കബ് പറഞ്ഞില്ല, ആമ്പിള്ളേര് പറഞ്ഞില്ല, അപ്പന് പറഞ്ഞില്ല. സകല എണ്ണത്തിനെ കളിപ്പിച്ച് അമ്മാമ്മ മിടുക്കിയായി, മിടുമിടുക്കിയായി. പക്ഷേ മക്ബേലായി ചെല്ലാൻ ഒത്തില്ല. വഴിയരികെ അടക്കി. പക്ഷെ ഒരു ഗുണമുണ്ടായി. മരിക്കുമ്പോൾ ഇവള് കരഞ്ഞപേക്ഷിച്ച് പാപങ്ങൾ ഏറ്റു പറഞ്ഞു. യിരെമ്യാവിൽ അങ്ങനെയാ വായിക്കുന്നത്. റാഹേൽ തന്റെ മക്കളെ ചൊല്ലി കരയുന്നു. അവർക്കില്ലായികയാൽ അവർക്ക് ആശ്വാസം പ്രാപിപ്പാൻ അവൾക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അവള് ദൈവത്തോട് പറഞ്ഞെന്നാ. റാഹേലിനെ പറ്റി പഠിക്കുന്നത് ഒന്ന് അഹങ്കാരിയായിരുന്നെന്നാ. അഹങ്കാരം ഉണ്ടായിരുന്നു റേച്ചലിനെ. എന്തോ അഹങ്കാരം? അയ്യോ, സൗന്ദര്യം ഉള്ളതിന്റെ ലിപ്റ്റിക്കും ഒക്കെ ഇട്ട് പിരിയോ എല്ലാം മേടിച്ച് 2 മുടി ഇതിലെ ഇട്ടേച്ചാ പ്രൈസ് ആൻഡ് ജീസസ്. 2 മുടി ഇതിലെ അതങ്ങ് ഒതുക്കി വെക്കാൻ മേലേ? അല്ലെ സ്ലൈഡോ ഏർപ്പനോ ഒക്കെ കുത്തരുതോ? ഇപ്പം ചിലതുണ്ട് തലയിലും തുണി ഇടുകയല്ല. അവളും ഇങ്ങനെ വടയക്ഷി നിൽക്കുമ്പോലാ പാടുന്നു. ജീസസ്. ഇവളെ എല്ലാം കയറ്റി. എടാ, മാനം മര്യാദയ്ക്ക് പാടുന്നവരുണ്ട്, ശുശ്രൂഷിക്കുന്നവരുമുണ്ട്. തലേ തുണിയിട്ട് മൂടുപടമിട്ട് യോഗ്യമായ വസ്ത്രം ധരിച്ച് വളരെ മാന്യമായി. മുമ്പേ പോയ സഹോദരി യോഗ്യമായ വസ്ത്രം ധരിച്ച് തലയിലും ഒക്കെ മൂടുപടമിട്ടാ പാടിയത് അല്ലേ? കാല് പറഞ്ഞ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. കാലും പറഞ്ഞു കുറ്റിയും കൊളുത്തു. ഇത് മുഴുവൻ കുത്തടിഞ്ഞെന്ന്. ചരടുണ്ടായിരുന്ന കുത്തിക്കട്ട ചരടും എടുത്ത് ഊരെ കളഞ്ഞു. അങ്ങ് ഇറങ്ങിയിരിക്കുക. ഏനാ ഇച്ചിരൂടെ പറയണോ അതോ നിർത്തണോ? ഇങ്ങനെയാണെ നിർത്തുന്നതായിരിക്കും നല്ലതെന്നായിരിക്കും. ഇതിനൊക്കെ വേദപുസ്തകത്തിൽ പ്രമാണമുണ്ട്. പ്രമാണമില്ലാത്ത കാര്യമൊന്നുമല്ല. ചുരുക്കി പറഞ്ഞ റേച്ചല് അഹങ്കാരിയാ. ഒന്ന്, സൗന്ദര്യത്തിന്റെ ഹുങ്കുണ്ട്. ചേട്ടത്തിയുടെ കണ്ണ് അത്ര നല്ലതല്ല. എന്റെ ഭാഷ പറഞ്ഞ ഓച്ചറ കണ്ണായിരിക്കും. ഇവിടെ കണ്ണ് നല്ല കണ്ണാ. നമ്മൾ പഴയ പാട്ടിലൊക്കെ അങ്ങനല്ലേ, മാൻമിഴി. മാൻമിഴി. പിന്നെ പണ്ട് ഒരു സിനിമാ പാട്ടാണോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മാൻ കിടാവേ, കിടാവ ആട്ടെ ഒക്കെ പാടിയ ആൾക്കാരാണ് ഇതിനകത്ത് ഇപ്പൊ പമ്മിയിരിക്കുന്നത്. ഇപ്പൊ പിന്നെ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് ആ പാട്ടല്ല, മാൻ കിടാവേ. അപ്പൊ റേച്ചല് സൗന്ദര്യത്തിന്റെ ഹുങ്കും അഹങ്കാരമുണ്ട്. ഒരു കാര്യം പറയാം, നിന്റെ സൗന്ദര്യം ക്ഷയിച്ചു പോകുന്നതാ. സൗന്ദര്യത്തിൽ പ്രശംസിക്കരുത്. മുടികൾ വെള്ളയായി തീർന്നിടുമേ, മുടികൾ വെള്ളയായി തീർന്നിടുമേ, നിന്നുടെ മുഖം കൂടി അഴകെല്ലാം പോയി നടന്നിടുമേ. അപ്പൊ ശ്രദ്ധിക്കുക, മുഖം കുടിയും കണ്ണുകുടിയും ഓമന മുടിയെല്ലാം ജീവിനിക്കതൊക്കെ വെള്ളയാകും. ഇപ്പൊ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുക പലതും. ഇങ്ങനെ ചിരിച്ചാ മയക്കി എടുത്തത് ചിലരെ. അവൻ കലിങ്കലിരിക്കുന്നു, നീ നടന്നവൻ ഉടനെ അവന് വേണം. എൻ്റെ അമ്മ പണ്ട് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അമ്മയൊക്കെ ലോകപ്രകാരം ജീവിച്ചവരാ. അപ്പൊ അമ്മ ഒരു സിനിമാ പാട്ട് പാടി ഞാൻ കേട്ടിട്ടുണ്ട്, ചിരിച്ചെന്നെ മയക്കിയ മിടുക്കിപ്പെണ്ണെ. നിങ്ങൾ ആത്മീയരായതുകൊണ്ട് അതൊന്നും അറിയത്തില്ല, എല്ലാം തികഞ്ഞ ആത്മീയര്. ഞങ്ങളുടെ അമ്മ പാടിക്കേട്, ചിരിച്ചെന്നെ മയക്കിയ, അങ്ങനൊരു പാട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ പല്ലൊക്കെ കാണിച്ചും കാട്ടിയൊക്കെ ഒത്തിരി പേരെയൊക്കെ ചിരിച്ചു മയക്കും. പക്ഷേ ഈ സൗന്ദര്യം നിലനിൽക്കുന്നതല്ല. 32 യുവാവിന് മുത്തിനോടൊത്ത ദന്തം, 32 യുവ
യുവാവിന് മുത്തിനോടൊത്ത ദന്തം. ഡോക്ടർ പറിച്ചതും പട്ടതും നീക്കിയാൽ ഡോക്ടർ പറിച്ചതും പട്ടതും ഏതാനും ബാല്യകാലത്തിലെ ശ്രദ്ധാവിനെ ഓർത്തുകൊള്ളൻ പ്രിയനെ. ബാല്യകാലത്തിലെ നിന്നു ശ്രദ്ധാവിനെ ഓർത്തുകൊള്ളൻ പ്രിയനെ. ദുർദിവസങ്ങൾ നിനക്കണയാതെയും ദുർദിവസങ്ങൾ നീ യാതെയും ഇഷ്ടമില്ലാകാലം വന്നു ചേരാതെയും ബാല്യകാലത്തിലെ നിൻ ശ്രദ്ധാവിനെ ഓർത്തുകൊള്ളൻ പ്രിയനെ. 32 യുവാവിന് മുത്തിനോടൊത്ത ദന്തം. 32 യുവാവിന് മുത്തിനോടൊത്ത. അപ്പൊ ഈ സൗന്ദര്യം നിലനിൽക്കുന്നതല്ല, ഇത് പുഴു പോലെ ക്ഷയിപ്പിക്കും. അതുകൊണ്ട് റേച്ചലിന് സൗന്ദര്യത്തിൽ അഹങ്കാരം ഉണ്ടായിരുന്നു. 1. 2, ഇവള് ഇടയ്ക്കിടയ്ക്ക് ഭീഷണി മുടക്കും ഭർത്താവിനെ. 1 സൗന്ദര്യത്തിൽ അഹങ്കാരം. നമ്മുടെയൊക്കെ സഭകളിലും ഉണ്ട്. ഇച്ചിരി സൗന്ദര്യവും കാണാൻ ഇച്ചിരി ചന്തം ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൈ കൊടുക്കുകയല്ല. അവരോട് കട്ടക്കട്ടയുള്ളവർക്ക് മറ്റവര് ഇച്ചിരി ഇതാണ്. അവര് അമ്മാമ എന്നാ ഉണ്ട് മറ്റേ കട്ടക്കട്ടയാണ്. ഈ വെളച്ചിലെല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുക. ഒന്നും ഞാൻ പറയുന്നില്ല, വിവരിക്കുന്നില്ല, ഇതിലൊന്നും പ്രശംസിക്കരുത് കേട്ടോ. 2, ഈ ഭീഷണിയുടെ സ്വരം. അതിനെ പറയാ. ഒരിക്കൽ യാക്കോബിനോട് ഭർത്താവിനോട് ഇവിടെ പറയാ, നീ എനിക്ക് പിള്ളേരെ തന്നില്ല, ഞാൻ ചാകുമെന്ന്. ആത്മഹത്യാ സ്വരം. ഭർത്താവിനെ ഭീഷണിപ്പെടുത്തുന്ന ചില സ്ത്രീകളൊക്കെ ഉണ്ട്. ഒരഭിപ്രായം വ്യത്യാസം കാണിച്ചു തരാം. ഉടനെ അകത്തോട്ട് കയറി കടക് വലിച്ചടച്ചു കുറ്റിയിട്ട്. ഇവനുടനെ പമ്മി ഇരിക്കുക. അകത്തന്നെ അത് സംഭവിക്കുന്നത്. അനക്കവുമില്ല. അർദ്ധരാത്രി വല്ലവരെയും വിളിക്കാൻ പറ്റുമോ? കൂട്ടുകാരെ വിളിക്കാൻ പറ്റുമോ? നാണക്കേടല്ലേ. അപ്പനെ അമ്മയും വിളിച്ചറിയിക്കാൻ പറ്റുമോ? നാണക്കേടല്ലേ. അയലത്തുകാരോട് പറയാൻ പറ്റുമോ? നാണക്കേടല്ലേ. ഇവനിരുന്ന് ഞരങ്ങുക. എന്നാലും അവളെന്നെ എടുക്കുക, പുറപ്പനടി കിടന്ന് ഉറങ്ങുക. ഇവൻ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് ചെന്ന് മോളി പിന്നെ ബോളി. അവള് പറയുന്നില്ല ഞാൻ. അവന് മോളിയെ വെളുക്കുന്നത് വരെ അവൻ തീ തിന്നുക. അന്നേരം അവള് രാവിലെ പടയക്ഷി വരും പോലെ വരിക. ആ രാത്രി മുഴുവൻ നിന്റെ ഭർത്താവ് ഒരു നേരം അവന് ഉപ്പ് കൂട്ടി തന്നത് നീ തിന്നതാന്ന് അങ്ങനെ കാണിക്കുവോ? എന്നെ ഇങ്ങനെ നോക്കുന്നേ അവിടെ ഇരിക്കുന്ന ഇച്ചിരി കാര്യം പറഞ്ഞേച്ചേ ഉള്ളൂ. അവിടെ രണ്ടിലൊന്ന് എനിക്ക് വന്നറിയണം. ഭർത്താവിനെ ഭീഷണിപ്പെടുത്ത്, തിരിച്ച് ഭാര്യ ഭീഷണിപ്പെടുത്തരുത്. തിരിച്ച് അങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ നിന്നെ ഞാൻ കൊല്ലും. രണ്ടും പാടില്ല. ഈ റൈച്ചല് ഭർത്താവിനെ ഭീഷണിപ്പെടുത്തി, പിള്ളേരെ എത്തുന്നില്ല, ഞാൻ ചാകുമെന്ന് ഇടയ്ക്ക് കയറി പറയാം. ദൈവം അത് കേട്ടേച്ച് പറഞ്ഞ് അപരാധത്തിലെത്താൻ 40 കൊച്ചിനെ കൊടുത്തു, നീ എത്തു. ദൈവം ഇത് കേട്ടേച്ച് പറഞ്ഞു, എന്നാ കൊച്ചിനെ പിടിച്ചോ ബെനോനി, നീ എത്തോ, നീ ആകുമെന്നല്ലേ പറഞ്ഞു. വാക്കൊക്കെ വളരെ ശ്രദ്ധിച്ചോണം. ഭർത്താവിനോട് പറയുന്ന വാക്ക്, ഭാര്യയോട് പറയുന്ന വാക്ക്, മാതാപിതാക്കളോട് പറയുന്ന വാക്ക്, സഭക്കാരോട് പറയുന്ന വാക്ക്, അയലത്തുകാരോട് പറയുന്ന വാക്ക്, സമൂഹത്തോട് പറയുന്ന, ഇതൊക്കെ വളരെ ശ്രദ്ധിച്ചു വേണമെന്ന്. ഇപ്പൊ നമ്മൾ ഉടനെ പറയും റേച്ചൽ ജേക്കബ് നിത്യതയിൽ. എങ്ങനെയാ പോയത് നിത്യതയിൽ? അഹങ്കാരം. യാക്കോബോട് പറഞ്ഞു, നീ പിള്ളേരെ തന്നില്ലേ, ഞാൻ ചാകുമെന്ന്. സ്വർഗം ഇത് കേട്ടു. കാരണം മലാക്കിൽ അങ്ങനെ യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു. യഹോവ കേട്ടേച്ച് തമ്പുരാൻ എപ്പറാത്തിലെത്താൻ 40 ദൂരോളം പറഞ്ഞു, എന്നാ ആൺകൊച്ചിനെ പിടിച്ചു, നീ എത്തും, നീ ആകുമെന്നല്ലേ പറഞ്ഞു. ഇടപാട് തീർന്നു. സഹോദരിമാരും സഹോദരന്മാരും, ദൈവദാസന്മാരും ദൈവമക്കളും പറയുന്ന ഓരോ വാക്കും സൂക്ഷിച്ചോണം. കേൾപ്പാൻ വേഗതയും പറവാൻ സൂക്ഷിച്ച് സംസാരിക്കണം, വിശേഷിച്ച് ദൈവസന്നിധിയിൽ. ഇനി അഥവാ ഒരു അബദ്ധം പറഞ്ഞാൽ നെടുമ്പാട് വീണ് കരഞ്ഞ് മാപ്പ് അപേക്ഷിച്ചോണം. താവേ, അന്നേരം ഞാനത് പറഞ്ഞു പോയതാ, എൻ്റെ ദൈവമേ ക്ഷമിക്കണേ. ഒരപ്പനൊരിക്കൽ പറഞ്ഞു, എനിക്ക് ആമ്പിള്ളേരുണ്ടടാന്ന്. 5 എണ്ണവും മരിച്ചു. മരിച്ചത് വേറെ വിധത്തിലുവാ, അതൊന്നും പൊതുവെ പറയാൻ കൊള്ളുകയല്ല. വീരശിവടി, എനിക്ക് 5 ആമ്പിള്ളേരുണ്ടടാന്ന്. അവസാനം അങ്ങേയറ്റം പറ്റി
ഓരോ സ്ഥലത്ത് നിന്ന് ഭിക്ഷ ചോദിച്ചു. സൂക്ഷിച്ചോണം വാക്കുകൾ. എന്നോടും കൂടെ ഈ പറയണത്, സൂക്ഷിച്ചോണം. സ്തോത്രം. ഞാൻ ആരാണെന്ന് അറിയാമോ? മെഡിക്കൽ കോളേജ് കടന്നപ്പോൾ ചെന്ന് കണ്ടത് അറിഞ്ഞു. ഞാൻ പറഞ്ഞു, ഇപ്പൊ അറിഞ്ഞു. സങ്കടം തോന്നി. ആയ കാലത്ത് അഹങ്കാര വർത്താനമായി പറഞ്ഞത്. ഞാൻ എന്നെ പ്രതിയാക്കി പറയുക, വളരെ സൂക്ഷിച്ചോണം. ഞാൻ നിങ്ങൾ എല്ലാവരും. ഒന്ന്, സൗന്ദര്യത്തിന്റെ ഹുങ്ക്. രണ്ട്, ഭീഷണി. ഭർത്താവിനോടാ പറഞ്ഞ്. മൂന്ന്, മോഷണം. മതിയല്ലോ, ഇത് മൂന്നും മതിയല്ലോ. എന്തിനാ ഒത്തിരി? വിഗ്രഹം കലാപരമായിട്ട് അടിച്ച് മോഷ്ടിച്ച് ഒട്ടകക്കോപ്പിനകത്തിട്ട് അമ്മാമയും സിയോൻ യാത്രയാ. പക്ഷേ ഒടുവിൽ ഏറ്റു പറഞ്ഞു കേട്ടോ, ഏറ്റു പറഞ്ഞു. ജീവൻ പോകുന്ന സമയം. അങ്ങനെ ഉൽപ്പത്തി വായിക്കുന്നത്. ജീവൻ, ആ വാക്യം ഒന്ന് വായിച്ചേ മോളെ. ഒരു പദമുണ്ട്, ജീവൻ പോകുന്ന സമയം. വായിച്ചേ. എഫ്രാത്തയിൽ എത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഹേൽ പ്രസവിച്ചു. പ്രസവിക്കുമ്പോൾ അവൾക്ക് കഠിനവേദന ഉണ്ടായി. കഠിനവേദന. പിന്നെ അങ്ങനെ പ്രസവത്തിൽ അവൾക്ക് കഠിനവേദനയായിരിക്കും. സൂതികർമ്മിണി അവളോട് ഭയപ്പെടേണ്ട, ഒരു മകനായിരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അവൾ മരിച്ചുപോയി. ജീവൻ പോകുന്ന സമയം. ജീവൻ പോകുന്ന സമയം. വല്ലതും പിടികിട്ടിയോ? ജീവൻ പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ ജീവൻ രക്തത്തിലാ. രക്തം പോയിക്കൊണ്ടിരിക്കുക, ബ്ലഡ് നിൽക്കുന്നില്ല. നമ്മൾ ഓർക്കും അവിചാരിതമാണല്ല. അപ്പച്ചൻ പണ്ട് വന്ന് കൂടാരം പരിശോധിച്ചപ്പോൾ റേച്ചലമ്മാമ്മ പറഞ്ഞത് എന്നാ, അതിപ്പോ അങ്ങ് സംഭവിച്ചു. അന്നൊരു കുഴപ്പവുമില്ല. ഇപ്പൊ താണ്ടെ എന്തുവാ നിങ്ങൾ 3 പേരുടെ എഴുന്നേറ്റ് പോകാനാന്നോ? അത്യാവശ്യമായിരിക്കും അല്ലയോ? പൊക്കോ. ഞാനും നിർത്താൻ പോവാം, നമുക്ക് ഒന്നിച്ച് പോകാം. അല്ല ഇപ്പം രക്ഷയില്ല. ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ആ സമയത്ത് അനിത വെച്ചു, ഏറ്റു പറഞ്ഞു. അപ്പൊ കർത്താവ് യിരെമ്യാവിൽ പറയാ, കരയാതെ കണ്ണുനീരടക്ക്, ഒരു പ്രതിഫലമുണ്ട്. ആ മറുപടി എന്നവണ്ണമാ യേശു ക്രിസ്തു ആ സ്ഥലത്ത് ജനിക്കുന്നത്. എന്തിനെന്ന് ചോദിച്ചാൽ, നിന്റെ ശാപദോഷങ്ങൾ മാറ്റാൻ, നിന്റെ കണ്ണുനീര് മാറ്റാൻ, നിന്റെ വേദനയ്ക്ക് അറുതി വരുത്തുവാൻ യേശു നമുക്ക് വേണ്ടി ബേത്ലഹേമിൽ ജനിച്ചു. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിന്റെ ശാപം മാറും, നിന്റെ തലമുറകളുടെ ശാപം മാറും, നിന്റെ കണ്ണുനീരിന് അറുതി വരുത്തും, നിന്റെ വേദനയ്ക്ക് ഇന്ന് രാത്രി പരിഹാരം. ഒറ്റ പരിഹാരം, യേശു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കട്ടെ. ഇനി വ്യാഖ്യാനിക്കുന്നില്ല, 2 വാക്യം വായിച്ചങ്ങ് നിർത്താം, അതേ ഇപ്പോൾ ഒക്കുള്ളൂ. യേശു ക്രിസ്തു വന്ന് ബേത്ലഹേമിൽ ജനിക്കാൻ കാര്യം ശാപദോഷങ്ങളെ മാറ്റി, കണ്ണുനീര് മാറ്റി, വേദനയ്ക്ക് അറുതി വരുത്തുവാൻ ക്രിസ്തു ജനിച്ചു. 2, ബേത്ലഹേമിൽ യേശു എഫ്രാത്ത് ജനിക്കാൻ കാര്യം നമുക്കറിവുള്ള വാക്യമാ വായിച്ചേ. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1, 2, 3 പെട്ടെന്ന് വായിച്ചു. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമം ഉണ്ടായി. യഹൂദയിലെ ബേത്ലഹേമിലുള്ള ഒരാൾ തന്റെ ഭാര്യയും 2 പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പരദേശിയായി പാർപ്പാൻ പോയി. അവൻ എലീമേലെക്ക് എന്നും ഭാര്യയ്ക്ക് നവോമി എന്നും 2 പുത്രന്മാർക്ക് മഹ്ലോൻ എന്നും കില്യോൻ എന്നും പേർ. അവർ യഹൂദയിലെ ബേത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്യരായിരുന്നു. അവര് യഹൂദയിലെ ബേത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്യരായിരുന്നു. പിന്നെ അവർ മോവാബ് ദേശത്ത് അവിടെ താമസിച്ചു. എന്നാൽ നവോമിയുടെ ഭർത്താവായ എലീമേലെക്ക് മരിച്ചു. അവളും 2 പുത്രന്മാരും ശേഷിച്ചു. അവർ മോവാബി സ്ത്രീകളെ വിവാഹം കഴിച്ച് ഒരുത്തിക്ക് ഓർപ്പ എന്നും മറ്റവൾക്ക് രൂത്ത് എന്നും പേർ. അവൾ ഏകദേശം 10 സംവത്സരം അവിടെ പാർത്തു. പിന്നെ മഹ്ലോനും കില്യോനും ഇരുവരും മരിച്ചു. ശ്രദ്ധിച്ചേ, ഓടിച്ചു നിർത്താം. ഇവിടെ യഹൂദയിലെ ബേത്ലഹേമിൽ ഒരു കുടുംബം നേരെ മോവാബിലോട്ട് പോവുക. എന്തിനാന്ന് നമുക്കറിയാം, ക്ഷാമം. ഇതൊക്കെ ന്യായാധിപന്മാർ 6-ാം അധ്യായവും ചരിത്രവും ഒക്കെ എടുത്ത് നന്നായിട്ട് അടുക്കടുക്കായിട്ട് പറയണം. ക്ഷാമം വരാൻ കാരണം എന്നാ, ക്ഷാമം വന്നപ്പോൾ ആരൊക്കെ പോയി, ആര് പോയില്ല, പോയവൻ്റെ കുടുംബത്തിൽ എന്ത് സംഭവിച്ചു, പോകാത്തവൻ എന്ത് നേട്ടം ഉണ്ടായി, ഇതൊക്കെ അടുക്കടുക്കായിട്ട് പറയേണ്ടതായി. ഇന്ന് മുതിരുന്നില്ല, ഒറ്റ വാക്ക് പറഞ്ഞു നിർത്താം. ആ ബേത്ലഹേമിൽ ക്ഷാമം വന്നു. ആ ക്ഷാമം പരിഹരിക്കാനാ യേശു അവിടെ ജനിച്ചത്. നിന്റെ ജീവിതത്തിൻ്റെ ഏത് ക്ഷാമത്തെയും, ഏത് ദുരിതത്തെയും, ഏത് പരിതാപത്തെയും മാറ്റുവാൻ കഴിവുള്ളവനായ യേശു. വിസ്തരിക്കുന്നില്ല, നിർത്തുക. പോയിന്റ് പറഞ്ഞങ്ങ് നിർത്തുക. അതിനെ ഇന്നിപ്പം ഓക്കു. ദൈവത്തിന് മഹത്വം. ദൈവത്തിന്റെ പ്രമാണം ലംഘിച്ചപ്പോഴാണ് ഈ ക്ഷാമം ഉണ്ടായത്. ദൈവം പറഞ്ഞത്,
ആമേൻ, ഒരു നന്മയ്ക്കും ഞാൻ മുടക്കം വരുത്തുകയല്ലെന്നാ. പക്ഷെ ഇപ്പൊ എന്നാ ക്ഷാമം വരാൻ കാര്യം? 6-ാം അധ്യായത്തിലുണ്ട്, ദൈവമക്കൾ, ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അതുകൊണ്ടാ ക്ഷാമം. മിദ്യാന്യര്, കിഴക്കേദേശക്കാര്, അമാലേക്കര്, ത്രിവിധ ശക്തി വന്ന് നാട്ടിലെ വെള്ളം മുഴുവൻ നശിപ്പിച്ചു. ആടോ മാടോ കന്നുകാലിയോ ഒന്നും ചേച്ചിപ്പിച്ചില്ല. ഗസാവരെ വിളയെല്ലാം നശിപ്പിച്ചു. ആമൻ, ഇസ്രായേൽ മക്കളെ ഇവര് പൊറുതിമുട്ടി ശത്രുക്കളെ കൊണ്ട്. അങ്ങനെ ക്ഷാമം കടനപ്പെട്ടു. അപ്പോൾ ഒരു കുടുംബം നേരെ ബേത്ലഹേമിൽ നിന്ന് നേരെ മോവാബിൽ പോയി. രക്ഷവല്ലോ വന്നോ? മഹളോനും കിലിയോനും രണ്ടും ചത്തു. 2 പിള്ളേരുടെ പേരാ മഹളോനും കിലിയോനും. വാക്കിന്റെ അർത്ഥം, ഒരുത്തന്റെ പേരിന്റെ അർത്ഥം രോഗി, മറ്റവൻ ബലഹീനൻ. ചെന്നത് മോവാബില്. 2 പട്ടണം, ആർപ്പട്ടണവും കീർപ്പട്ടണവും. അതിനിടയ്ക്ക് പോയി പാർത്തു. ആരാധനയും കൂട്ടായ്മയില്ല. ഒന്നാമത്തെ രോഗവും ബലഹീനതയും, കൂട്ടായ്മയില്ല. പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ 2ഉം തീർന്നു. പക്ഷേ തിരിച്ച് ഇവരെ ദൈവം കൊണ്ടുവന്നു. 2 വിധവ സ്ത്രീകളാ വന്നത്. ആ ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ യേശു ക്രിസ്തു ആ സ്ഥലത്ത് ജനിക്കാൻ കാര്യം ക്ഷാമത്തിന്റെ കെടുതി മാറ്റാനാണ്. ഇന്ന് രാത്രി നിന്നെ ഞെരുക്കത്തെയും കെടുതിയെയും ക്ഷാമത്തെയും മാറ്റുവാൻ നമുക്ക് വേണ്ടി ഒരുവൻ ഈ ഭൂമിയിൽ ഭൂജാതനായി. ദൈവത്തിന് മഹത്വം. 2 വാക്യോടെ വായിച്ചു നിർത്താം, വിശദീകരിക്കുന്നില്ല. ഈ ബേത്ലഹേമിനോടുള്ള ബന്ധത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം, ബേത്ലഹേമിൽ യേശു ജനിക്കാനുള്ളതിന്റെ വേറൊരു കാര്യം, ന്യായാധിപന്മാരുടെ പുസ്തകം നിങ്ങൾ 17-ാം അധ്യായം എടുത്താട്ടെ മോളെ. ന്യായാധിപന്മാർ 17. 17-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിച്ചേ. യഹൂദായിലെ ബേത്ലഹേമിനെ യഹൂദ ഗോത്രത്തിൽ നിന്ന് നന്നായിട്ട് വായിക്കും മോളെ. യഹൂദായിലെ ബേത്ലഹേമിനായി യഹൂദ ഗോത്രത്തിൽ നിന്ന് വന്നിരുന്ന ഒരു യുവാവ് ഉണ്ടായിരുന്നു. അവൻ ലേവ്യനും അവിടെ വന്ന് പാർത്തവനും അത്രേ. അവൻ ലേവ്യനും അവിടെ വന്ന് പാർത്തവനും. ഇവൻ യഹൂദയിലെ ബേത്ലഹേംകാരനാ. അപ്പോൾ അവൻ ലേവ്യനും അവിടെ വന്ന് പാർത്തവനും. അവനെ തരം കിട്ടുന്നിടത്ത് ചെന്ന് പാർപ്പാൻ വേണ്ടി അവൻ യഹൂദയിലെ ബേത്ലഹേം പട്ടണം വിട്ട് പുറപ്പെട്ട് തന്റെ പ്രയാണത്തിൽ. ഈ ബേത്ലഹേംകാരന്റെ ഒരു പ്രവണത തരം കിട്ടുന്നിടത്ത് പാർക്കുക. തരം കിട്ടുന്നിടത്ത് ഇവൻ പാർക്കുക. അവിടെ അടിയ. ഇവൻ അങ്ങനെ പാർത്ത് വന്നത് മീഖാവിന്റെ വീട്ടിലാ. മീഖാവ് ആരാ? റേച്ചലാൻഡിയുടെ ആങ്ങളയായിട്ട് വരും. 17-1 വായിച്ചേ. എഫ്രൈം മലനാട്ടിൽ മീഖാവ് എന്ന പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ തന്റെ അമ്മയുടെ നിനക്ക് കളവ് പോയതും നീ ഒരു ശബ്ദവും ചെയ്ത് ഞാൻ കേൾക്കെ പറഞ്ഞതുമായ 1100 വെള്ളിപ്പണം ഇതാ എന്റെ പക്കലുണ്ട്. സ്വത്ത് അടിച്ചു മാറ്റുന്നവൻ. എടാ, അമ്മയുടെ സ്വത്ത് തള്ള അറിയാതെ അടിച്ചു മാറ്റുന്നവനാ മീഖാവ്. അവന്റെ വീട്ടിലാ ഇങ്ങേരി എന്ന് കയറിയത്. ആര്? ബേത്ലഹേമിനായ ഒരു യുവാവ്, ലേവ്യനാ. അവൻ തരം കിട്ടുന്ന. അങ്ങനെ ഇവൻ തപ്പി ഇടം തപ്പി ചെന്നപ്പം അങ്ങോട്ട് ചെന്ന ഈ കന്നും കൂട്ടത്തിലല്ലേ കയറുന്നൊരു പഴമൊഴിയുണ്ട്. ഇവൻ ചെന്ന് അവിടെ കയറി. അപ്പൊ അവനും വലിയ വില്ലനാ. അവൻ പറ്റിതള്ളയോട് പറഞ്ഞു, അമ്മച്ചി ഇന്നാള് സാധനം കാണാതെ പോയില്ലേ? പോയടാ, എൻ്റെ കൊച്ച ഇതുവരെ കിട്ടില്ല. ഞാൻ നേരാവുന്നിടത്തല്ല. അവൻ പറ, ഞാൻ അടിച്ചു മാറ്റുന്നു. അപ്പൻ്റെ അമ്മയുടെ സ്വത്ത് അടിച്ചു മാറ്റുന്ന ഒത്തിരി വിദ്വാന്മാര് നമ്മുടെ ഇടയിലും ഉണ്ട്. ഓർമ്മക്കേട് വരുമ്പോൾ, ബോധക്കേട് വരുമ്പോൾ, പ്രായമാകുമ്പോൾ ഞങ്ങളുടെ സെമിത്തേരിയുടെ ഇത് എഴുതാനും കാവാലത്തെ വസ്തുവിൻ്റെ ഇടപാട് ഞാൻ ആധാരമാപ്പി അവിടെ ചെന്ന് ആധാരം എഴുതുന്നിടത്ത്, അയ്യോ അന്നാലും കാണുന്നത് കൊണ്ടുവരിക. ഉടനെ ജ്യൂസ് വേണോ അമ്മച്ചി? പാലും വെള്ളം വേണോ? എന്തിനാ? എഴുതിയെടുക്കാൻ. എത്ര എണ്ണം? ഇതെല്ലാം എഴുതി മേടിച്ചിട്ടോ ഒരെണ്ണം നല്ല രീതിയിൽ പലരും ശ്രദ്ധിക്കത്തില്ല. ഇവിടെയുണ്ട്, നാട്ടിലുമൊക്കെ വന്ന് അപ്പനെയും അമ്മയും കളിപ്പിച്ച് ഇതെല്ലാം എഴുതി മേടിച്ചേച്ച് അന്വേഷിക്കാത്തവർ എത്ര എണ്ണം? പേപ്പർ വായിക്കുന്നതല്ലേ. ഇന്നാളും വായിച്ചു, ഗുരുവായൂർ അവിടെ കൊണ്ടിരുത്തിയേച്ച് പോയെന്ന് പേപ്പറിൽ കണ്ടതാ. ബസ് സ്റ്റോപ്പിൽ കൊണ്ടിരുത്തിയേച്ച് പോവുക. പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം ചെയ്തത്, അമ്മയും മക്കളും കൂടെ അപ്പനെ ഒരുക്കിയേച്ച് പാൻറ്റുമൊക്കെ ഇൻ ചെയ്തിപ്പിച്ച് കാറെ കയറ്റി കൊണ്ടുപോവുക. അപ്പം ടൂറ് പോകാമെന്നും പറഞ്ഞാ കൊണ്ടുപോയത്. വല്യപ്പനും ഓർത്ത് ഒത്തിരി നാൾ കൂടിയിരുന്നതിന് ടൂറ്. പക്ഷെ ടൂറിനുള്ള സ്ഥലത്തോട്ടല്ല ചെന്നത്, അനാഥാലയത്തിലോട്ട്. അപ്പനൊരു മണം അടിച്ചോണ്ട് അപ്പൻ ഭാര്യയുടെ കൈക്ക്, കൂടെ താമസിച്ച ഭാര്യയുടെ കൈക്ക് ഞാനൊരു പേര് പറയാം, നല്ല പേര്, തങ്കമ്മേ എന്നെ ഇവിടെ ഇട്ടേച്ച് പോകരുന്ന്. ഇട്ടേച്ച് അമ്മയും മക്കളോടെ കയറി കാറേ പോയി. തള്ളയും കൊണ്ട് അമേരിക്കയ്ക്കും പോയി.
തള്ളയെ കൊണ്ടുപോയത് അമേരിക്ക, തള്ളയ്ക്ക് ഗുണം വരുത്തല്ലേ, കൊച്ചുങ്ങളെ നോക്കാൻ കൊണ്ടുപോയതാ. നമ്മളോർക്കെന്നോ നമ്മുടെ പെണമാമീനെ ദൈവം അങ്ങ് അനുഗ്രഹിച്ചു. എവിടാ? കാനഡയില്ലല്ലോ. കാനഡായി തള്ള കിടന്ന് താണെ പഠിച്ച് കിടക്കിടാന്നടിച്ച് കാലേ സോക്സ് കയറ്റി ചെവിക്കകത്ത് പഞ്ഞി വെച്ച് അവൻ തലയെ തൊപ്പി വെച്ച് 2 കണ്ണ് മാത്രമേ തങ്കയ്ക്കുള്ളൂ. ഓട്ടോ പിടിക്കുക. കാനഡയിൽ എവിടാടാ ഓട്ടോ കിട്ടുന്നത്? ഹള്ള മുറിക്കകത്ത് കിടന്ന് കിടക്കിടാന്ന് അടിച്ചേച്ച് ആ കൊച്ചുങ്ങളെ ജോലിക്കും പോയി ആ കൊച്ചുങ്ങളെ എല്ലാം നോക്കി തൂത്തും മാരി ഭക്ഷണം ഉണ്ടാക്കി. നമ്മൾ പറയാ തങ്കമാമേനെ ദൈവം അവിടെ കിടന്ന് താങ്ക. ഞാനൊരിക്കൽ അമേരിക്കയിൽ ചെന്നപ്പോൾ ഒരു തള്ള പറഞ്ഞു എന്നെയും കൂടെ കൊണ്ട്. ഞാൻ പറഞ്ഞു തള്ള ഞാനങ്ങനെ തന്നെ വന്നെന്നുള്ളതാ, നിങ്ങളെ മലിച്ചോണ്ട് ഞാൻ എന്നോട് പറഞ്ഞതാ. എൻ്റെ പൊന്നു ഭാഷ എന്നെയും കൂടെ നാട്ടിലോട്ട്. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ഇവിടെ വന്നത് എത്ര പേരെ സഹായിച്ചാ ഇവിടെ വന്നത്, നിങ്ങളെയും കൊണ്ട് ഞാൻ തന്നെയല്ലേ. അഥവാ കൊണ്ടുപോയി നിങ്ങളുടെ കൊച്ചുങ്ങൾ എന്നെ വിടുവോ? നമ്മൾ ഓർക്കുന്നത് പലതും ഉടച്ചത് സുഖിക്കുകയാണ്. അയ്യോ ചെന്ന് കാണണം. കൊച്ചുങ്ങളെ വളർത്തി വീടും തൂത്തുവാരി അവർ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പം ഭക്ഷണമെല്ലാം പാകപ്പെടുത്തി നിന്ന് അറിഞ്ഞ് പണി. ഇതുങ്ങളെയെല്ലാം വളർത്തി ഇവരുടെ കൊച്ചുങ്ങളെ ഇനിയും വളർത്തി എന്ത് അലയുക. അവസാനം അങ്ങേയറ്റം പറ്റുമ്പോൾ അമ്മച്ചിക്ക് ഉടനെ തന്നെ നേഴ്സിംഗ് ഹോമിലോട്ട് കൊണ്ടിട്ട് തീർന്നു നിന്റെ ഇടപാട്. ഇങ്ങനെയാണോ ദൈവം ഒത്തിരിക്കുന്നത്? ഇവിടെങ്ങാനും താമസിക്കാന്ന് ഒന്നുമില്ല. വാതിലുണ്ടെങ്കിൽ അയലത്തുകാർക്കെങ്കിലും നിന്നെ കണ്ടാൽ മനസ്സിലായി. സായിപ്പിനെ ആരെ കണ്ടാലാ മനസ്സിലാകുന്നത്? ആയിപ്പോ തങ്കമാമോ ഒരു സായിപ്പിനെ നിന്നെ പിടികിട്ടുകയില്ല. അതുകൊണ്ട് ഒരു കാര്യം ഇന്ന് രാത്രി പറയാം. തരം കിട്ടുന്നിടത്ത് പേർക്കുന്ന ആൾക്കാരാ അവൻ ലേവ്യൻ. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് തരം കിട്ടുന്നിടത്ത് പേർത്ത ലേവ്യൻ വന്ന് പാർത്ത സ്ഥലമാ മീഖാവിന്റെ വീട്. അതുകൊണ്ട് ഇന്ന് രാത്രി പറയാ, തരം കിട്ടുന്നവന്റെ ഇടപാടുകൾ മാറ്റിയേച്ച് അവൻ ഉന്നതമായ സ്ഥലത്തിരുത്താനാ യേശു ജനിച്ചത്. ഞാനും നിങ്ങളും തരം കിട്ടുന്നിടത്ത് പാർക്കുന്നവരാ. എന്നാൽ നമുക്ക് വേണ്ടി ഒരു സ്ഥലം കർത്താവ് ഒരുക്കുന്നുണ്ട്. അതല്ലേ യേശു പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും. ഇന്ന് രാത്രി നമുക്ക് സ്ഥലമൊരുക്കാൻ യേശു പോയിരിക്കുക. യേശു തിരിച്ചു വരും. അതുകൊണ്ട് ഈ ബേത്ലഹേമിൽ യേശു ജനിച്ചതിന്റെ 3 കാരണമാണ് ഓർപ്പിച്ചത്. 1, ആമൻ കഷ്ടതയും ആമൻ ദുരിതവും കണ്ണുനീരും വേദനയും ശാപവും മാറ്റാൻ യേശു ജനിച്ചു. ആമൻ പ്രൈസ് ദി ലോർഡ്. 2, സകല ക്ഷാമങ്ങളും കെടുതികളും മാറ്റുവാൻ യേശു നമുക്ക് വേണ്ടി ജനിച്ചു. 3, ആമൻ തരം കിട്ടുന്നിടത്ത് ഇടമില്ലാതെ മാർക്കുന്നവർക്ക് വേണ്ടി നല്ല സ്ഥലമൊരുക്കാൻ യേശു നമുക്ക് വേണ്ടി ജനിച്ചു. ഇന്ന് രാത്രി എല്ലാവരും ഒരു സമർപ്പണത്തോടൊന്ന് തിരിച്ചു പോകണം. ഒരു നിമിഷം പ്രാർത്ഥിക്ക്. യേശു നിനക്ക് വേണ്ടിയാ മരിച്ചത്, യേശു നിനക്ക് വേണ്ടിയാ ജീവിച്ചത്, യേശു നിനക്ക് വേണ്ടി അവതരിച്ചത്. ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിന്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ചാൽ നമുക്ക് ആ നല്ല അവകാശം പ്രാപിക്കാം. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കേണ്ട. ഒരു നിമിഷം പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി ദേശത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ, സമീപവാസികളെ ദൈവം അനുഗ്രഹിക്കട്ടെ, ദേശവാസികളെ ദൈവം അനുഗ്രഹിക്കട്ടെ, കൂടപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിക്കാം. ആ പഴയ പാട്ടിന്റെ 2 ചരണം ചേർന്ന് പാടി കൈയടിച്ചങ്ങ് പാടി നിർത്താം. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി തൻ ഭുജബലത്താൽ എന്നെ നടത്തിയിടുന്നു. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി തൻ ഭുജബലത്താൽ എന്നെ നടത്തിയിടുന്നു. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലെ ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും എൻ യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. ഇതുവരെ എന്നെ കേട്ടിരുന്ന ബഹുമാനരായ പ്രിയപ്പെട്ടവർക്കെല്ലാം നന്ദി. 1 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കുക. ഒക്കുന്നെങ്കിൽ ആ കരങ്ങൾ വീശി 1 മിനിറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. കരങ്ങൾ വീശി ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ